عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على أشرف المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن ربك لبالمرصاد. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സഹോദരന്മാരെ, പരിശുദ്ധ റമദാന് നമ്മളെടുത്തത് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മളിലുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ നമുക്കാകണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്ന എന്നാണ് അദ്ദേഹത്തെ ചരിത്രം വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് അതുപോലെ പിൻപറ്റാൻ ആഗ്രഹിച്ച ആൾ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ പോകുമ്പോൾ ചില സ്ഥലത്ത് വേഗത്തിൽ നടക്കും, ചില സ്ഥലത്ത് പതുക്കെയാകും, ചില സ്ഥലത്തോടെ പോയിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ കൂട്ടുകാർ ചോദിക്കുക, എന്താ അബ്ദുള്ള നിങ്ങൾക്ക് എന്താ പറ്റിയേ? ചിലപ്പോ വേഗത്തിൽ, ചിലപ്പോ പതുക്കെ. അതെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് വേഗത്തിൽ നടക്കണ ഞാൻ കണ്ടിരിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പതുക്കെ ആക്കണ ഞാൻ കണ്ടിരിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇരുന്ന് ഞാൻ കണ്ടിരിക്കും. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതുപോലെ പിൻപറ്റിയിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ചരിത്രം മുത്തബിഉ സുന്ന എന്ന് വിളിച്ചത്. ഒരു ശക്തമായ ചൂടുള്ള ഒരു പകൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരുടെ കൂടെ ഒരു യാത്രയിലാണ്. ഒരു പ്രദേശത്ത് കൂടിയുള്ള യാത്ര, ഈത്തപ്പന തോട്ടങ്ങളിലൂടെയുള്ള യാത്ര. ശക്തമായ ചൂടാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കിടയിൽ അദ്ദേഹം കൂട്ടുകാരുടെ കൂടെ ളുഹ്റൊക്കെ നമസ്കരിച്ച് ആ ഈത്തപ്പന തോട്ടത്തിൽ വിശ്രമിക്കാനില്ല. ഭക്ഷണം കൊണ്ടുവച്ചു. ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയപ്പോ അതിലൂടെ ഉണ്ട് ഒരു സാധു മനുഷ്യൻ കടന്നു പോകുന്നു. കുറെ നാൽക്കാലികളെയും കൊണ്ട് അതിനെ പോറ്റുന്ന, അല്ലെങ്കിൽ അതിനെ മേയിച്ചു നടക്കുന്ന ഒരു റായിയായ, ഒരു ആട്ടിടയനായ മനുഷ്യൻ. അദ്ദേഹത്തെ കണ്ടപ്പോ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു വേദന ഉണ്ട്. കാരണം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളോളായി എന്ന് തോന്നുമാറ് ആണ് അദ്ദേഹത്തിന്റെ രൂപവും പ്രകൃതവും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആദരവോടുകൂടി അദ്ദേഹത്തെ തങ്ങളുടെ ഭക്ഷണ തളികയിലേക്ക് ക്ഷണിച്ചു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ഭക്ഷണം കഴിക്കാനില്ല. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കരുതിയത് സംഭവം കുറച്ച് ഭക്ഷണം ഉണ്ടാവുള്ളൂ, ഇത് ഈ ഉള്ള ആൾക്കാർക്ക് മാത്രം എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം വരാതിരിക്കുന്നത് എന്നാണ്. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു. നമുക്ക് ഒരുമിച്ച് ഉള്ളത് പങ്കിട്ട് കഴിക്കാം. അങ്ങനെയല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരാളുടെ ഭക്ഷണം രണ്ടാൾക്കും മൂന്നാൾക്കും കഴിക്കാൻ ചെയ്തു. അദ്ദേഹം വീണ്ടും ഇല്ല എന്ന് സംബന്ധിച്ചപ്പോ വീണ്ടും ക്ഷണിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ശാന്തനായി പറഞ്ഞു, ഇന്നി സ്വാഇം, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ സുന്നത്ത് നോമ്പെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സുന്നത്ത് കണ്ടാൽ അത് അതുപോലെ പിൻപറ്റാൻ വേണ്ടി മത്സരിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അല്ല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള ഈ മനുഷ്യൻ, ഇദ്ദേഹം നോമ്പുകാരനാണ് എന്ന് കേട്ടപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, അൻത സായിമുൻ, നോമ്പുകാരനാണ്, വഹദക, നിങ്ങൾ ഒറ്റക്ക്, അതും ഫീ യൗമിൻ ഹാറിൻ ശദീദ്, ഇത്രയും ശക്തമായ ചൂടുള്ള ഈ ദിവസം
നിങ്ങൾ ഒറ്റക്ക് നോമ്പുകാരനായി ഈ നാൽക്കാലികളുടെ ഈ ആടുകളുടെ പിറകെ നടക്കുക. വല്ലാത്തൊരു അത്ഭുതത്തോടു കൂടി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ നോമ്പുകാരനാണ്. ഉബാദിറു അയ്യാമി ഖാലിയ, എന്നിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ദിവസങ്ങളോട് മത്സരിക്കുകയാണ് ഞാൻ. നിങ്ങൾ പറഞ്ഞല്ലോ ശക്തമായ ചൂടാണ്, ശരിയാണ്. എന്നാൽ നാറു ജഹന്നമ അശദ്ദു ഹർറ, ഇതിനേക്കാൾ കഠിനമാണ് നരകത്തിന്റെ ചൂട്. ആ നരകത്തിന്റെ ശക്തമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഉബാദിറു അയ്യാമി ഹാദിഹിൽ ഖാലിയ, എന്നിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ദിവസങ്ങളോട് ഞാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരും തണലിൽ നൽകാത്ത, തണലില്ലാത്ത, തലക്കുമുകളിൽ തൊട്ടുമുകളിൽ സൂര്യൻ നിൽക്കുന്ന അതിശക്തമായ ചൂടിൽ നിന്ന്, അതിഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉബാദിറു അയ്യാമി ഹാദിഹിൽ ഖാലിയ, എന്നിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ദിവസങ്ങളോട് ഞാൻ മത്സരിക്കുകയാണ്. ബഹുമാന്യരെ, നോമ്പിന്റെ ഒരാഴ്ച കഴിഞ്ഞു. ഈ ദിവസങ്ങൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് പോയ ദിവസങ്ങൾ തിരിച്ചു വരൂലെന്നറിയാം. നമ്മുടെ സ്വർഗത്തിന് വേണ്ടി, നരകമോചനത്തിന് വേണ്ടി മത്സരിക്കാനായിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കേണ്ട നിമിഷം. അള്ളാഹു നന്മയിൽ മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. തെറ്റും കുറ്റവും മനുഷ്യന്മാരിൽ ഉണ്ടാകുക സ്വാഭാവികം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം തെറ്റിന് പ്രാധാന്യം നൽകുന്ന, തെറ്റ് ചെയ്യുന്നവർക്ക് അത് സ്റ്റാറ്റസ് ആയി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണല്ലോ സ്വന്തം ഉമ്മയെ തലക്കടിച്ച് കഴുത്തറുത്ത് കൊന്നിട്ട് അവനെ പിടികൂടിയപ്പോ മീഡിയക്ക് നേരെ നോക്കിയിട്ട് ഫ്ലൈയിങ് കിസ് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ, അത് മുസ്ലിം ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിലുണ്ടായത്. കഴിഞ്ഞ ദിവസം 6 പേരെ കൊല്ലാൻ ശ്രമിച്ച് 5 പേര് മരിച്ചു. 6ാമത്തും കൊല്ലാൻ വേണ്ടി നോക്കിയതാണ്, കൊന്നു എന്ന് കരുതിയതാണ്, മരിച്ചു എന്ന് കരുതിയതാണ്. അവനെ പിടികൂടിയപ്പോഴും അവനും കഴിഞ്ഞ ദിവസം പിന്നെ അവന്റെ ഇതുമായി ബന്ധപ്പെട്ട്, അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്ക് എത്തിയിട്ട് പോലും അല്പം പോലും കുലുക്കമില്ലാത്ത, സങ്കോചമില്ലാത്ത മനസ്സിനുടമയായത്. എന്താ നമ്മൾ കാണുന്നത്? എന്താണ് നമ്മൾ അനുഭവിക്കുന്നത്? ചെയ്യുന്ന തെറ്റുകൾ അത് സ്റ്റാറ്റസ് ആയി മാറുകയാണ്. കൂടെ പഠിക്കുന്ന കുട്ടിയെ അടിച്ചിട്ട് അവനെ കൊല്ലും എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലും, ഓനെ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും. അവനെ ഞാൻ അടിച്ചിട്ടുണ്ട്, അവൻ മരിച്ചിട്ടുണ്ടാവും, പോയി നോക്കി കണ്ണ് കലങ്ങിയിട്ടുണ്ട് എന്ന് ചെയ്ത ശേഷം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു വിടുന്നവന് പ്രായം കുറയായിട്ടില്ല, 15 വയസ്സ് പ്രായമാണ്. ഇതൊന്നൊരു പ്രശ്നമല്ല. പരീക്ഷാ സമയം അതുകൊണ്ട് രക്ഷപ്പെടും. മാത്രല്ല പിന്നെ എല്ലാം കൂടി എല്ലാവരും കൂടി ആയതുകൊണ്ട് അതൊരു വലിയ കുറ്റായി മാറൂല എന്ന് പറയാൻ, എന്ന് പറഞ്ഞ് പ്രേരണ നൽകാൻ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് തോന്നുന്നത്? തെറ്റിനെ അവരൊരു സ്റ്റാറ്റസായി, ജീവിതത്തിന്റെ ഭാഗമായി കാണുകയാണ്. ഇവിടെയാണ് ജീവിതത്തിൽ ഒഴിവാക്കേണ്ട ദുസ്വഭാവങ്ങൾ എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ കഥ. എന്നാൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലം, ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ശൂറ, തന്റെ സദസ്സ് പിരിഞ്ഞു. ആ സദസ്സിൽ ഉമർ റളിയല്ലാഹുവിന്റെ പ്രിയ കൂട്ടുകാരൻ മഹാനായ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ മൂസ റളിയല്ലാഹു അൻഹു സദസ്സ് എല്ലാവരും പോയിട്ടും അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പോയിട്ടില്ല. എന്തേ കാരണം എന്ന് ചോദിച്ചാൽ അത് ഉമർ റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാം. കാരണം ഉമർ റളിയല്ലാഹുവിന്റെ എന്തോ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്, മുഖത്ത് ആ വേദന കാണുന്നുണ്ട്. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു തന്റെ പ്രിയ കൂട്ടുകാരനായ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മാതാ അസ്വാബക യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ എന്താ നിങ്ങൾക്ക് പറ്റിയത്? എന്തോ ഒരു പ്രയാസം ഉണ്ടല്ലോ. വല്ല ശത്രുക്കളും വരുന്നു എന്ന വിവരം കിട്ടിയിട്ടുണ്ടോ?
അതല്ല, നിങ്ങൾ പറയുന്നത് അനുസരിക്കാത്ത വല്ലരും ഇസ്ലാമിക സാമ്രാജ്യത്തിലുണ്ടോ? വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ടോ? അതല്ല, നിങ്ങൾ പറയുന്നത് കേൾക്കാത്ത ആരെങ്കിലും കുടുംബത്തിലുണ്ടോ? എന്ത് പറ്റി അമീറുൽ മുഅ്മിനീൻ? എന്തേ ഒരു പ്രയാസം? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ പറയാ, അബൂ മൂസേ, ഈ പറഞ്ഞതൊന്നും എന്റെ പ്രശ്നമല്ല. കാരണം ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ഏറ്റുമുട്ടിയാൽ അതിനിടയിൽ മരണപ്പെട്ടാൽ ഷഹീദാകുമെന്നും അത് കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ശത്രുക്കൾ വരുന്നു എന്നത് എന്റെ പ്രശ്നമല്ല. ഇനി ഞാൻ എന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്റെ പുത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അതുകൊണ്ട് അവരെന്നെ ധിക്കരിക്കേണ്ട ആവശ്യമില്ല. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ കുടുംബത്തിൽ എന്നെ ധിക്കരിക്കാൻ ആരുമില്ല. പിന്നെ എന്താ അമീറുൽ മുഅ്മിനീങ്ങൾക്ക് പറ്റി എന്തോ ഒരു പ്രയാസം ഉണ്ടല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നിട്ട് പറയാ, അബൂ മൂസ ഇങ്ങോട്ട് നോക്കിയാ മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങി, ശരീരമൊക്കെ ശോഷിച്ചു പോയി, എല്ലൊക്കെ ദുർബലാണ്. അബൂ മൂസ, ഞാനും മരിച്ചു, നീയും മരിച്ചു. പുണ്യം ചെയ്തിട്ട് ലോകത്ത് ആരെങ്കിലും ബാക്കിയാകുമെങ്കിൽ അള്ളാന്റെ പുത്ര റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ബാക്കിയാകുമായിരുന്നു. പക്ഷെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. പുണ്യത്തിന്റെ പേരിൽ, നന്മയുടെ പേരിൽ ബാക്കിയാകുമെങ്കിൽ സിദ്ദീഖുൽ അക്ബർ ഇവിടെ ബാക്കി ഉണ്ടാകുമായിരുന്നു. പക്ഷെ അദ്ദേഹം വഫാത്തായി. അബൂ മൂസ, ഞാനും മരിച്ചു. എന്റെ പേടി ഈ പറഞ്ഞതുപോലെ ശത്രുക്കൾ വരുന്നതിനെ പറ്റും, ആൾക്കാരനുസരിക്കില്ലേ എന്നതിനെ പറ്റൊന്നുമില്ല. അബൂ മൂസ, ഞാൻ മരിച്ചു പോയാൽ, മരണപ്പെട്ടു പോയാൽ അള്ളാഹ് ഈ ക്രൂരനായ ഉമറിന് സ്വർഗം തടയോ എന്നതാണ് എന്റെ പേടി. ഉമർ തന്റെ നിലപാടുകളിൽ ശക്തി കാണിക്കുന്നവനാണ്. അത് ചിലപ്പോ പ്രയാസപ്പെടുന്നവരുടെ പ്രാർത്ഥനയ്ക്കിടയായിട്ടുണ്ടാകും. അതിന്റെ പേരിൽ എന്റെ സ്വർഗം അള്ളാഹ് തടയോ എന്നതാണ് എന്റെ പേടി. അബൂ മൂസ, ഞാൻ എന്നിലേൽപ്പിച്ച ഉത്തരവാദിത്വം അത് നിർവഹിക്കാത്തതിന്റെ പേരിൽ അള്ളാഹ് എന്റെ സ്വർഗത്തിന്റെ വാതിൽ തടയോ എന്നതാണ് അബൂ മൂസ എന്റെ പേടി എന്ന് പറഞ്ഞപ്പോഴേക്കും ഉമർ അവന്റെ കണ്ണുപിടറി, കണ്ണു തുറന്നു. മഹാനെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഭർത്താവിന്റെ ചേർത്ത് പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുകയാണ്. ഉമറേ, ഞാനും നിങ്ങളൊക്കെ താന്തോന്നികളായി, തോന്നിയാസികളായി ജീവിച്ചവനായിരുന്നു. മക്കയിലെ പോക്കിരി അരികളും ആരെങ്കിലും നിങ്ങളെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ പോലും പേടിയില്ല. നിങ്ങളും ഞാനും നമ്മൾ ജനിച്ച നാട്ടില് ഒന്ന് അള്ളാന്റെ മുന്നിൽ സമാധാനത്തോടെ സുജൂദ് ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ നാട് വിട്ടു പോരേണ്ടി വന്നിട്ടില്ലേ? അത് അള്ളാഹ് കാണാതെക്കോ? താന്തോന്നികളായി ജീവിച്ച നമ്മള് മുത്തറസൂലിന്റെ കരം പിടിച്ച് വൈകത്തിയതിനു ശേഷം ദീനിനു വേണ്ടി എല്ലാം അർപ്പിച്ചത് അള്ളാഹ് കാണാതെക്കോ? അള്ളാഹ് തരുടോ, അള്ളാഹ് സ്വർഗം തരും. നമ്മുടെ ത്യാഗം അള്ളാഹ് കാണാതെക്കൂല, നമ്മുടെ ഹിജ്റ അള്ളാഹ് കാണാതെക്കൂല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള മത്സരം അള്ളാഹ് കാണാതെക്കൂല. ഉമറയെന്ന് പറഞ്ഞു രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാം. കണ്ണീര് തോന്നി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പോകുമ്പോൾ അദ്ദേഹം പറയാം, ഉമറേ, അള്ളാന്റെ പുത്ര റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന. ഇങ്ങനെ 10ഓളം ആളുകളെ അവരുടെ പേരുകൾ സ്വർഗാവകാശികളാണെന്ന് പറഞ്ഞ് പുത്ര റസൂൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞ ആളാണ് നിങ്ങൾ, നിങ്ങൾക്ക് സ്വർഗം ഉണ്ടാവും. ഉമറേ, എന്റെ കാര്യത്തിൽ ഉറപ്പില്ല. ഉമറേ, ദുനിയാവിലെ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണ് ഞാൻ, എനിക്കും അങ്ങനെയാണ്. ആ സ്വർഗത്തിൽ ഒരു മൂലയിലെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണട്ടോ എന്ന് പറഞ്ഞു കരഞ്ഞു പോകുന്ന അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. ചരിത്രം പറഞ്ഞത് അവന്റെ പ്രാർത്ഥന നമുക്ക് പരിചയപ്പെടുത്തിരുന്നുണ്ട്. അബ്ബേ, ഉമർ മോശക്കാരനായിരുന്നു, താന്തോന്നിയായിരുന്നു, തമ്മാടിയായിരുന്നു. ഈ ഉമർ അന്ന് ചെയ്ത അബദ്ധത്തിന്റെ പേരിൽ നീ എന്നെ പിടിക്കരുത്. ഉമർ ഗൗരവക്കാരനാണ്, ചിലപ്പോ ധിക്കാരം കാണിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ ഈ ഉമറിന്റെ സ്വർഗം നീ തടയരുത്. ഉമർ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ. അതിന്റെ പേരിൽ ഉമറിന് സ്വർഗം തടയരുത്. സ്വർഗം വിശാലമാണ്. ആ സ്വർഗത്തിന്റെ ഒരു മൂലയിലെങ്കിലും ഈ ഉമറിന് ഒരു സ്ഥാനം തരണേ. എന്റെ കൂട്ടുകാരൻ അബൂ മൂസയെയും ആ സ്വർഗത്തിൽ എന്നോടൊപ്പം നീ കൂട്ടണേ എന്ന് പറഞ്ഞു കണ്ണു നിറച്ച് പ്രാർത്ഥിക്കുന്ന മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു.
ബഹുമാന്യരെ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഒരിക്കലേ സ്വർഗവും നരകവും കണ്ടുവന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിൽ ഞാനൊരു മഹത്തായ മണിമാളിക കണ്ടു. ആ ഭവനത്തിന്റെ ഭംഗി കണ്ടപ്പോ അതിലേക്കൊന്ന് കയറണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിന്റെ ഉള്ളും പുറവും മനോഹരമാണ്. അതിലേക്കൊന്ന് കയറണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ചോദിച്ചു, ഇത് ആർക്കുള്ളതാണ്? അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് അള്ളാഹു ഉമർ റളിയല്ലാഹുവിന് ഒരുക്കിയതാണ്. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. ചിരിച്ചിട്ട് പറഞ്ഞു, ഉമറിന്റെ വീട്ടിക്ക് ഉമറിന്റെ അനുമതി ഇല്ലാതെ കയറിയാൽ ഉമർ ദേഷ്യം പിടിക്കുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കയറാതെ തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞപ്പോ സദസ്സിന്റെ മൂലയിൽ ഒരു ഏങ്ങിക്കരച്ചു. അതാണ് റസൂലേ, നിങ്ങളോട് ഞാൻ ദേഷ്യം പിടിക്കുക നബിയെ, നിങ്ങളോട് ഞാൻ ദേഷ്യം പിടിക്കുക നബിയെ എന്ന് ചോദിച്ച് കരയുടെ ഉമർ റളിയല്ലാഹു അൻഹു. അഥവാ ഉമറിന് സ്വർഗമുണ്ടെന്നും ഉമറിന് സ്വർഗത്തിൽ ഒരു മഹത്തായ മണിമാളികയുണ്ടെന്നും അത് ഭംഗിയുള്ളതാണെന്നും തന്റെ നാവ് കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു കേൾക്ക പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്, ശരീരം സൂക്ഷിച്ചടാ, ദുർബലയടാ, മരിച്ചു പോകുമ്പോ അല്ലാഹു സ്വർഗ്ഗം തടയോ? എന്തേ? അവര് തെറ്റിനെ കണ്ടിരുന്നത് അങ്ങനെയായി, നമ്മൾ തെറ്റിനെ കാണുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ സ്വന്തം ഉമ്മയുടെ നേരെ കടാരുയർത്താൻ മടിയില്ല, സ്വന്തം ഉപ്പയുടെ നേരെ കൈ ചൂണ്ടാൻ മടിയില്ലാത്ത സമൂഹം കടന്നു വരുന്നത് അവിടെയാണ്. കണ്ടില്ലേ, അന്ന് കൊല്ലപ്പെട്ട അല്ലേ, നമ്മള് തിരുവനന്തപുരത്ത് വഞ്ഞാറമൂട്ടിൽ കൊല്ലപ്പെട്ട ആ രക്ഷപ്പെട്ട ഉമ്മ, ആ ഉമ്മയുടെ സ്നേഹം കണ്ടില്ലേ? ദുനിയാവിൽ ഏറ്റവും സ്നേഹം ആർക്കാന്ന് ചോദിച്ചാൽ സൃഷ്ടികളിൽ ഏറ്റവും സ്നേഹം ഉമ്മാർക്കാണ് എന്ന് നമ്മൾ കാണില്ല. ചെറിയ കുട്ടി മരണപ്പെട്ട വിവരമേ റിപ്പോർട്ട് പ്രകാരം ആ ഉമ്മ അറിഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാ മരിച്ചതെന്ന് ചോദിച്ചപ്പോ, എങ്ങനെയാണ് വീണത്, എങ്ങനെയാ എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോ, തന്റെ മകൻ അവന്റെ ഉമ്മയെ അടിക്കുന്നതും സ്വന്തം ഉമ്മയെ അടിക്കുന്നതും തന്നെ അടിച്ചതും കണ്ട ഉമ്മ പറഞ്ഞത് എന്താ? ഞാൻ കാല് തെറ്റി വീണതാണ്. എന്തേ കാരണം? അതാണ് ഉമ്മാര്. ലോകത്ത് ഉമ്മ എന്ന് പറയുന്ന സാധനം അതാ. ഒരിക്കലും പറയാൻ കഴിയില്ല. എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാകുക? എന്റെ മോന് കുറ്റവാളിയായി പിടിക്കപ്പെട്ടാൽ അതെങ്ങനെ താങ്ങാന്ന് വിചാരിക്കുന്നത്? ഞാൻ ഈ വാർത്ത കേട്ടപ്പോഴേ മുമ്പ് പറഞ്ഞ വായിച്ചൊരു കവിത ഓർമ്മയാണ്, അറബിയിൽ. ഒരുപക്ഷെ പലരും പഠിച്ചിട്ടുണ്ടാവും. കൽബുൽ ഉമ്മ എന്ന് പറയുന്ന ഒരു കവിത ഉണ്ടായിരുന്നു അറബിയിൽ. ഉമ്മാന്റെ ഹൃദയം എന്നാണ് ആ കവിതയുടെ പേര്. കവിതയാണ്, ഭാവനയാണ്, അതിൽ ചോദ്യമില്ല. ആ കവിതയുടെ ആശയതാണ്, ഒരു മകൻ താന്തോന്നിയായി ജീവിക്കുന്ന ഒരു മകൻ, ആ മകന് താന്തോന്നിയായി ജീവിക്കുന്ന അവന്റെ കൂട്ടുകാർ പറഞ്ഞു, നീ നിന്റെ ഉമ്മയുടെ ഹൃദയം കൽബ് കൊണ്ടുവന്നാൽ നിനക്ക് ഇത്ര പൊൻപടം തരാം. തനിക്ക് കിട്ടുന്ന വലിയ പൊൻപടം ഓർത്ത് ആ മകൻ മൂർച്ചേറിയ കടാരയുമായി വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തിയപ്പോ ആരാ വാതിൽ തുറന്നുകൊടുത്തിട്ടുണ്ടാകുക? അമ്മ തുറന്നുകൊടുത്തിട്ടുണ്ടാകുക. എന്താ കാരണം? അങ്ങനെയാണ് ഉമ്മാര്. എനിക്ക് 51 വയസ്സായി. ഞാനൊരു ക്ലാസ്സോ കോഴ്സോ എന്തെങ്കിലും കഴിഞ്ഞ് രാത്രി 12 മണിക്കാ വരണമെങ്കിൽ ഞാൻ ഉമ്മാന്ന് ഒരു കോളിംഗ് ബെല്ലടിച്ച് ഉമ്മാന്ന് വിളിച്ച് ആ ഉമ്മയുടെ എക്കോ തീരണേന് മുമ്പ് പ്രായമുള്ള എന്റെ ഉമ്മ ഓ ഇന്ന് വിളി കേൾക്കും. എന്നിട്ട് പറയും, സെലിയെ ബാബു വന്നിട്ട് വാതിൽ തുറന്നു കൊടുക്കുക. എനിക്ക് ഭാര്യയുണ്ട്, 4 മക്കളുണ്ട്, നല്ല സ്നേഹമാണ് എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും എന്നോട്. അള്ളാഹു നിലനിർത്തട്ടെ, ഇഷ്ടമുണ്ട്. പക്ഷേ ഞാൻ കോളിംഗ് ബെല്ലടിച്ച് തീരണേന് മുമ്പ്, ആ വിളി തീരണേന് മുമ്പ് എന്റെ ഉമ്മ വിളി കേൾക്കാൻ കാരണം എന്താ? ഞാൻ 52 വയസ്സുള്ള മനുഷ്യനാണ്, വലിയ സ്കൂളിലെ മാസ്റ്ററൊക്കെയാണ്, പക്ഷേ ദുനിയാവൊക്കെ നടക്കുന്ന ആളാണ്. പക്ഷെ എന്റെ ഉമ്മന്റെ മുൻപിൽ ഞാനൊരു മോനാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചെത്തുന്നത് വരെ ഹൃദയം അറിഞ്ഞ് എന്റെ ഉമ്മ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇത് ലോകത്തിന്റെ ഉമ്മ മാത്രമല്ല, ലോകത്തെല്ലാമാരും അങ്ങനെ, ലോകത്തെല്ലാവരും അങ്ങനെ. അതുകൊണ്ടാ ഞാൻ ഈ പറഞ്ഞത്, ഈ മകന് വാതിൽ തുറന്നെടുത്തിട്ടുണ്ടാകുക ആരാ? ആ മകന് ഉമ്മ വാതിൽ തുറന്നെടുത്തപ്പോ താന്തോന്നിയായി മകൻ മൂർച്ചേറിയ കടാരയുമായി ഓടി വരുന്ന മകൻ. കൽബുൽ ഉമ്മ എന്ന കവിതയുടെ ആശയം ഓടി വരികയാണ്. ആ ഉമ്മയുടെ ഹൃദയം നെഞ്ചകം കീറി വേദന അനുഭവിച്ച് ഹൃദയം പുറത്തെടുത്തു.
തനിക്ക് കിട്ടാനുള്ള പൊൻപണമോർത്ത് ആ ഹൃദയവുമായി, കയ്യിലുള്ള ഹൃദയവുമായി അവൻ ഓടുന്നതിനിടയിൽ അവൻ കല്ലിൽ തടഞ്ഞ് താഴെ വീണപ്പോ ആ ഹൃദയം മണ്ണിൽ വീണു. വീഴ്ചയിൽ അവന്റെ കാലിന് ചെറിയ പരിക്ക് പറ്റി. എന്നാലും തനിക്ക് കിട്ടാവുന്ന പൊൻപണമോർത്ത് അവൻ ആ ഹൃദയം മണ്ണിൽ നിന്ന് തപ്പിയെടുത്ത് എണീക്കുമ്പോ കാലിൽ വേദനയേറിയ കാല്, ആ വേദന കൊണ്ടൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് കരഞ്ഞ. അപ്പോ അവന്റെ കയ്യിലുള്ള ഉമ്മയുടെ ഹൃദയം, കവിതയാണ്, പുറത്തെടുത്ത ഹൃദയം എങ്ങനെ സംസാരിക്കുമെന്ന് ചോദിക്കരുത്, കവിതയുടെ ആശയം. അവന്റെ ഉമ്മയുടെ ഹൃദയം ചോദിച്ചു, പൊന്നുമോനെ എന്തെങ്കിലും പറ്റിയോടാ, പൊന്നുമോനെ എന്തെങ്കിലും പറ്റിയോടാ. അപ്പോഴാണ് ആ മോന് മനസ്സിലായത് ആ ഉമ്മക്ക് തന്നോടുള്ള സ്നേഹത്തിന്റെ വലുപ്പം. എന്തൊരക്രമിയാണ് ഞാനെന്ന് കരുതി ഇനി തനിക്ക് ജീവിക്കാൻ അവകാശമില്ല എന്ന് മനസ്സിലാക്കി അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റി കൊണ്ടു. അതാ മൺപുരണ്ട ഹൃദയത്തിൽ പതിച്ചപ്പോ അതിൽ ആ മണ്ണുകൾ നീങ്ങിപ്പോയി. ഇനി തനിക്ക് ജീവിക്കാൻ അവകാശമില്ല എന്ന് കരുതി ഉമ്മയുടെ നെഞ്ചിലേക്ക് നീട്ടിയ കടാര പുറത്തെടുത്ത് ആ കടാരെടുത്ത് തന്റെ നെഞ്ചകത്തേക്ക് കുത്തിയിറക്കാൻ ശ്രമിക്കുമ്പോ അവന്റെ ഇടത് കയ്യിൽ കിടന്ന് വിറച്ചുകൊണ്ട് ആ ഉമ്മയുടെ ഹൃദയം രണ്ടാമതും വിളിച്ചു, പൊന്നുമോനെ, പൊന്നുമോനെ, നീ ഉമ്മനെ രണ്ടാമതും കൊല്ലല്ലേ, ഉമ്മന്റെ ഹൃദയത്തെ രണ്ടാമതും മുറിക്കല്ലേ. ഈ ഉമ്മന്റെ ചിത്രാണ് വെഞ്ഞാറമൂട്ടിൽ നമ്മൾ കണ്ടത്. ഞാൻ പറഞ്ഞത് ഒഴിവാക്കപ്പെടേണ്ട ദുസ്വഭാവങ്ങൾ എന്നതിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ ദുസ്വഭാവം എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെ തിരിച്ചറിയാത്ത മക്കളെ, അഥവാ ഞാനും നിങ്ങളും, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം. ഞാൻ ഒരു മകനാണ്, എന്റെ ഉമ്മയുടെ മകനാണ്, മരണപ്പെട്ടു പോയ എന്റെ ഉമ്മയുടെ മകനാണ്. നമ്മൾ ലോകത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ റബ്ബ് അല്ലാഹു ധൃതിയിൽ ശിക്ഷ നൽകുമെന്ന് പഠിപ്പിച്ച പാപം, ഒഴിവാക്കേണ്ട പാപം ഇന്ന് സമൂഹത്തിൽ അതാണ്. ഇത് നമ്മുടെ മക്കൾക്കറിയില്ല, നമ്മുടെ തലമുറക്കറിയില്ല. ബഹുമാന്യരെ, അവരെ തിരുത്താൻ ആരുമില്ല കേട്ടോ, തിരുത്താൻ ആരുമില്ല. മുമ്പ് നമ്മളെ നാട്ടിലൊക്കെ കാരണന്മാരുണ്ടായിരുന്നു, നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു കാരണന്മാര്. ആ കാരണന്മാരെ മക്കളൊക്കെ ഇപ്പോഴും ഉണ്ട്. അങ്ങാടിയിൽ ഇറങ്ങി എന്തെങ്കിലും തോന്നിയാസം ചെയ്താൽ ഓരോന്ന് മുഖത്തേക്ക് നോക്കിയാൽ മതി, നമ്മൾ മുട്ടുകാല് വെല്ലടിച്ചിട്ട് അവിടുന്ന് പോകും. ഇന്ന് ആ കാരണന്മാരെ മക്കളുണ്ട് നാട്ടില്, അതിനേക്കാളും സമ്പത്തും സൗകര്യവും പ്രമാണിത്വവും ഉള്ളവരായി. പക്ഷെ ഇന്ന് എന്റെ മോനോട് എന്താടാ ഇവിടെ എന്ന് ചോദിച്ചാലോ തിരിച്ചു ചോദിക്കുക, എന്തേ നിങ്ങൾക്ക് എന്തേ വയ്ക്കും. കാരണം അങ്ങനെയാണ് അവർ. അതുകൊണ്ട് നമ്മുടെ മക്കളെ തിരുത്താൻ ലോകത്ത് ആരുമില്ല കേട്ടോ. മക്കളെ തിരുത്താൻ നാട്ടിലെ കാരണന്മാരില്ല. പിന്നെ തിരുത്തിയുടെ ഒരു സ്ഥലം ഇവിടെ അറിയോ, അധ്യാപകരായിരുന്നു. സ്കൂളുകളിൽ, മദ്രസകളിൽ, കലാലയങ്ങളിൽ. ഇന്നോ അതിന് സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല, ഇല്ല. തിരുത്തിയാൽ അവൻ പ്രതിയാകും. ഞാൻ ഈ പറയുന്നത് പോലും എന്റെ കുട്ടികളുടെ മുന്നിൽ പറയാൻ ധൈര്യമില്ലാത്തവനാണ് ഞാൻ. കാരണം അടുത്ത ദിവസം ചിരിച്ച ഫോട്ടോ ഉണ്ടാവും പേപ്പറിൽ, പോക്സോ കേസിൽ പ്രതിയിൽ പിടിയായി. തിരുത്താൻ അവകാശമില്ലാത്ത അവസ്ഥയിൽ തിരുത്തുന്ന അധ്യാപകരില്ലാത്തൊരു കാലഘട്ടമായി മാറി. കഴിയൂല. പിന്നെ ആരാ അവരെ തിരുത്താ? കൂട്ടുകാരെ തിരുത്തോ? നാട്ടുകാരെ തിരുത്തോ? ഇല്ല. പിന്നെ ആർക്കാ കയ്യാറിയോ? നമുക്കാണ് കയ്യാ. എന്താ പരിഹാരം? അവർ നമ്മുടെ കൂടെ ഉണ്ടാകണം. ദീനിൽ അവർ കൂടെ ഉണ്ടാകണം. ദീനീ രംഗങ്ങളിൽ അവർ കൂടെ ഉണ്ടാകണം. ഇരിക്കാൻ വേദിയിൽ സ്ഥലണ്ടേ? പിന്നെ ദീനീ രംഗങ്ങളിൽ അവർ കൂടെ ഉണ്ടാകണം. ഒരുപക്ഷെ ഇവിടെ ഞായറാഴ്ച ക്ലാസ് സംഘടിപ്പിച്ചത് ഒരുപക്ഷെ അതിനാവും എനിക്ക് തോന്നുന്നത്. നമ്മൾ ക്ലാസ്സിന് പോന്നാ പോരാ, ആരും പോരണം, നമ്മളെ മക്കളും പോരണം. ഓൽക്ക് മനസ്സിലാ. കാരണം എന്താ അറിയോ? ഓല് നന്മ പഠിക്കണില്ല, തിന്മയെ നന്മയായി പഠിക്കുകയാണ്. തിന്മയെ നന്മയായി പഠിക്കുകയാണ്.
അതവരുടെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് ആയി മാറാണ്. അതുകൊണ്ട് ആ മക്കളെ തിരുത്താൻ ദുനിയാവിൽ ആരുമില്ല. തിരുത്താൻ പോയാൽ അവിടെ അവസ്ഥ വല്ലാത്ത. ഞാൻ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. കോഴിക്കോട് ജില്ലയിലെ ഉമ്മമാരും മക്കളൊക്കെ ഉണ്ട് എന്നതുകൊണ്ട്, എനിക്കും 4 മക്കളുണ്ട്, അതിലൊരു മോളും 3 ആൺകുട്ടികളുമാണ് എന്നതുകൊണ്ട് ഞാൻ പറയാണ്. അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രമുഖമായ ഒരു സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി തന്റെ എല്ലാ സ്കൂളിലും ഉണ്ടാവും. പിന്നെ മുതിർന്ന സ്കൂളിൽ ഒരു കൗൺസിലിങ്ങിന് ഒരു ടീച്ചർ ഉണ്ടാവും, ഒരു കൗൺസിലർ. ഒരു ടീച്ചറോട് വന്ന് പറഞ്ഞു, എന്റെ ഉപ്പ എന്നെ പീഡിപ്പിച്ചു എന്നല്ല, പീഡിപ്പിച്ചു. എന്താ അങ്ങനത്തെ ഒരു വാക്ക് കേട്ടാ പിന്നെ ഉണ്ടാകുക? ഒരു സംശയമില്ല, ആ ഉപ്പയെ നേരെ അപ്പം തൂക്കിപ്പോകും. ചോദ്യം ചെയ്യലും കൂടി ഉണ്ടാവില്ല. ആ സ്കൂളിലെ ടീച്ചർ, പ്രിൻസിപ്പൽ, ഒരു വിശ്വാസിനിയായ നല്ല ടീച്ചറായി. ഒരു ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യരുത്, ഇങ്ങനത്തെ പ്രശ്നം വന്നാൽ വേറെ റിപ്പോർട്ട് ചെയ്യണം, ജാഗ്രതാ സമിതി കൂട്ടണം, അത് അറിയിക്കണം എന്നൊക്കെ. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഞാനതൊന്ന് അന്വേഷിക്കട്ടെ. ആ കുടുംബത്തെ എനിക്ക് നല്ല അറിയാം. ടീച്ചർ ആ കുട്ടിയുടെ ഉമ്മയെ വിളിച്ചു. സാധാരണ പറയുന്ന പോലെ വർത്താനൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷം ചോദിച്ചു, എല്ലാ മോള് ഇപ്പീറ്റ് എന്തേ പ്രശ്നമുണ്ടോ? ഇല്ല ടീച്ചർ, അങ്ങനൊന്നും ഇല്ല. എന്താ നിങ്ങൾ ചോദിക്കാൻ കാരണം? മോള് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ഉമ്മ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയാ, ടീച്ചറെ അതെ, നിങ്ങൾക്കറിയില്ല, മനുഷ്യനെ പെണ്ണുങ്ങളെ മുഖത്തേക്ക് പോലും ശരിക്കും നോക്കാത്തൊരു മനുഷ്യനാണ്, നിങ്ങൾക്കറിയല്ലോ. പിന്നെ എന്താ മോള് പറഞ്ഞത്? അത് ആ മോക്ക്, എന്റെ മോക്ക് +2 പഠിക്കുന്ന മോക്ക് പുറത്തുള്ള ഒരു 24 വയസ്സുള്ള ഒരു പയ്യനുമായി, ഒരു മുസ്ലിം പയ്യനുമായി ഒരു റിലേഷൻ, ലവ് അഫയർ. അപ്പൊ ഇത് ഉപ്പ അറിഞ്ഞത് കൊണ്ട് എല്ലാ ദിവസവും വണ്ടിയിൽ സ്കൂളിലേക്ക് ആക്കി കൊടുക്കും. വൈകുന്നേരം സ്കൂൾ വിടുമ്പോൾ തിരിച്ചു കൊണ്ടുവരും. ഇപ്പൊ ഇവര് വിചാരിച്ചത് നടക്കില്ല. പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗം അത് ആ കുട്ടിയുടെ ചങ്ക് ബ്രോകൾ. നമ്മളെ മക്കൾക്കൊക്കെ ഒരു ചങ്ക് ആരാന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചു എന്റെ മക്കളെ ചങ്ക് ഞാനാന്ന്. അല്ല, മക്കളോട് ചോദിച്ചു നോക്കേണ്ടി ആരാ ചങ്ക് ബ്രോസ്. ഓൽക്ക് കുറെ ചങ്ക് ബ്രോകൾ ഉണ്ടാവും. ഓല് പറയണത് കേക്കണ്, പറയണത് അല്ലെങ്കിൽ സീനാകും. അല്ലെ, കുട്ടിയൊക്കെ ഈ ഭാഷ കഴിയുള്ളൂ. അല്ലെങ്കിൽ സീനാകണ ആ ചങ്ക് ബ്രോകൾ ഉണ്ടാവും. ഉമ്മിപ്പി തെറ്റിയാലും സാരമില്ല, ചങ്കുകൾ തെറ്റിയാല് വലിയ പ്രശ്നമാണ്. അപ്പം ഈ കുട്ടിയുടെ ചങ്ക് ബ്രദേഴ്സ്, ചങ്ക് ബ്രോസ്, ഈ കൂട്ടുകാരന്റെയും കൂട്ടുകാരികൾ പറഞ്ഞു കൊടുത്ത മാർഗമാണ് ഏറ്റവും രക്ഷപ്പെടാനുള്ള മാർഗം. ഉപ്പ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉപ്പയെ നേരെ പൊക്കിപ്പോകും. പിന്നെ ഇവര് വിചാരിച്ചത് നടക്കും. ഇതാണ് കാലഘട്ടം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്നെ പറ്റി അങ്ങനൊന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മ വിശ്വസിക്കില്ല, എന്റെ പ്രിയപ്പെട്ട ഭാര്യ വിശ്വസിക്കില്ല, എന്നെന്നറിയുന്ന നാട്ടുകാരും വിശ്വസിക്കില്ല. പക്ഷെ ലോകത്തെല്ലാരും വിശ്വസിപ്പിക്കാതൊക്കെ കഴിയൂല. ഇതാണ് കാലഘട്ടം. അതുകൊണ്ടാണ് ഒഴിവാക്കേണ്ട ദുസ്വഭാവങ്ങളിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഇതിനെപ്പറ്റി. നമ്മുടെ മക്കളെ നന്നാക്കാൻ ആരുമില്ല, നമ്മുടെ കുടുംബത്തെ നന്നാക്കാൻ ആരുമില്ല. തെറ്റിക്കാൻ, വഴി തെറ്റിക്കാൻ, തെറ്റിനെ സ്റ്റാറ്റസ് ആയി കരുതാൻ, അത് നമ്മള് സ്റ്റാറ്റസ് ആക്കി വെക്കാൻ ഒരു മടിയുമില്ലാത്ത തലമുറ വളരുമ്പോ അവരെ നന്നാക്കാൻ നമ്മൾ മാത്രമാണുള്ളത്. എന്താ പണി? ഒരു രക്ഷയില്ല. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, രണ്ടവരെ ചേർത്ത് പിടിക്കുക, നന്മയുടെ കൂട്ടുകെട്ടിൽ അവരുണ്ടാകണം. എന്റെ മോള് പിന്നെ എൻട്രൻസിന് പഠിച്ചുകൊണ്ടിരിക്കുക, പഠിക്കണം, പഠിപ്പിക്കണം. പക്ഷെ ഖുർആൻ ക്ലാസ്സിൽ പോലെ കൊണ്ടണം. എന്താ അറിയോ, 1 മണിക്കൂർ എൻട്രൻസ് കോച്ചിങ്ങിന് പോകണ 1 മണിക്കൂർ ഖുർആൻ ക്ലാസിന്റെ പേരിൽ നിന്നുപോയി, അല്ലെങ്കിൽ ആ പഠനം ഖുർആൻ ക്ലാസിന്റെ പേരിൽ നിന്നുപോയിരുന്നെങ്കിൽ പടച്ചോന്റെ അടുത്ത് ഒരിക്കലും അതൊരു എതിരായി മാറൂല. ആ കുട്ടി ഡോക്ടറായി വരുന്ന കുട്ടി എന്ത് മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത കുട്ടിയായി മാറും ആ ഖുർആൻ ക്ലാസ് കൊണ്ട്. നമ്മൾ ഓലെ കൂട്ടണം, അതേ ഇതിന് പരിഹാരമുള്ളൂ. വേറൊന്നുമില്ല. അവരെ ചേർത്ത് പിടിക്കുക, ദീനീ കൂട്ടങ്ങളിൽ അവരുണ്ടാകട്ടെ. ദീനി പ്രവർത്തനങ്ങളിൽ MSM-ലും ISM-ലും MGM-ലും അതിന്റെ സ്റ്റുഡൻസ് വിങ്ങിലും ഒക്കെ അവർ ഉണ്ടാകട്ടെ. ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ അവർ കഴിയണം. നമ്മൾ ഖുർആൻ ക്ലാസ്സിന് പോയി, നമ്മളിങ്ങനെ പോയി പോരാ, ഭാര്യയും പോരനും കുട്ടികളും കൂട്ടി പോരാൻ, ഇത് മാത്രമേ ഇനി ഈ ദുനിയാവിൽ രക്ഷപ്പെടാൻ മാർഗമുള്ളൂ എന്ന് ഞാൻ ആമുഖമായിട്ട് പറയാം. ഞാൻ പറഞ്ഞത്
തെറ്റിനെ അന്നും ഇന്നും കണ്ടിരുന്ന അനുഭവമാണ്. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിന്റെ കൂടെ ഒരു യാത്രയിൽ, ഒരു യുദ്ധയാത്രയിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരു ഒഴിഞ്ഞ പ്രദേശത്തെത്തി. ഭക്ഷണത്തിന് സമയമായി, ഭക്ഷണം വെക്കണം, ഉണ്ടാക്കണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊരു ഒന്ന് അന്വേഷിച്ചു നോക്കൂ, ഒന്ന് ഒരു വലുതെങ്കിലും ഒന്ന് വിറക്, ഭക്ഷണം പാകം ചെയ്യാൻ വിറക് വേണമല്ലോ, ഒന്ന് അന്വേഷിച്ചു നോക്കൂ. സഹാബത്ത് അല്ലാഹു റസൂലേ, ഈ ഒഴിഞ്ഞ മരുഭൂമി പോലത്തെ ഈ പ്രദേശത്ത് എന്ത് വിറക് കിട്ടാനാ, എവിടെ ഉണ്ടാകാം? ഒന്ന് പോയി നോക്കിയടാ, ഒന്നുങ്ങൾ പോയി നോക്കി, ഒന്ന് പരതി നോക്കി, എന്ത് കിട്ടാനാ? എന്നാലും ഒന്ന് പോയി നോക്കി. എല്ലാരും ഇങ്ങനെ പോയി. ഒന്നോ രണ്ടോ ഇലകള്, ഉണങ്ങിയ ഇലകള്, ചെറിയ കമ്പുകള്, ചെറിയ വിറകും പുള്ളി ഒക്കെ കിട്ടി. അതുകൊണ്ട് ഇതേ കിട്ടിയിട്ടുള്ളൂ പറഞ്ഞു. അതും കൊണ്ടുവന്ന് അതെല്ലാം കൂടെയാണ് കൂട്ടിയിട്ടപ്പോ ഒരു കൂമ്പാരം പറക്കായി. ഇത് വെച്ചിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്തിന് ഒരു ഉദാഹരണം പഠിപ്പിച്ചു. ഒരു ഹദീസിന്റെ ഇമാം മുഹമ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ ആശയവുമായി ബന്ധപ്പെട്ട പറഞ്ഞു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും നിങ്ങൾ നിസ്സാരമായി കാണുന്ന തിന്മകളെ നിങ്ങൾ സൂക്ഷിക്കണേ. നിസ്സാരമായി കാണുന്ന തിന്മകളെ നിങ്ങൾ സൂക്ഷിക്കണേ. എന്നിട്ട് പറയാ, നിസ്സാരമായി വൽക്കരിക്കപ്പെടുന്ന പാപങ്ങളുടെ ഉപമ ഒരു ജനതയെ പോലെ. എന്താ ജനത? അവര് നസലൂഫി ബത്തിനിൽ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് അവർ ഇറങ്ങി. അങ്ങനെ അവര് എന്ത് ചെയ്തു? വിറകന്വേഷിച്ചു. അവരിങ്ങനെ പോയി, അവർക്ക് കിട്ടിയില്ല. പിന്നെ അങ്ങനെ അവർക്ക് കിട്ടിയത് ചില ആൾക്കാർ ഇതാ ഒരു ചെറിയ കൊമ്പ് കഷ്ണം, വേറെ ചില ആൾക്കാർ വേറെ കൊമ്പ് കഷ്ണം കൊണ്ടുവന്നു. ഇതെല്ലാം കൂടി ആയപ്പോഴോ കുറേയായി. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്സാരവൽക്കരിക്കപ്പെടുന്ന പാപങ്ങൾ എന്ന് പറയുന്നത് അത് അതിന്റെ ആളുകളെ, ആ ചെറിയ പാപങ്ങൾ നികത്താൻ തയ്യാറാകാതെ അത് പോയാൽ അത് പിടികൂടുന്നവൻ അറിയാതെ അത് അവനെ നശിപ്പിക്കും. ചെറുതല്ലേ, അത് ഇത്ര ഗൗരവത്തിൽ കാണുക എന്ന് ചിന്തിച്ച് ഇങ്ങനെ വന്ന് പിന്നെ അവൻ പാപങ്ങളായി മാറും. രണ്ടു തരം പാപങ്ങളുണ്ട് അല്ലെ? ഒന്ന് വൻപാപങ്ങൾ, ചെറുപാപങ്ങൾ. വൻപാപം എന്ന് പറഞ്ഞാൽ കൃത്യമായ ശിക്ഷ വിവരിക്കപ്പെട്ട പാപങ്ങൾക്കാണ് വൻപാപം എന്ന് പറഞ്ഞത്. ചെറുപാപം എന്ന് പറഞ്ഞത് അത് വലിയ ഗൗരവത്തിൽ കാണാത്ത, അത്ര രൂപത്തിലൊന്നും ഇല്ലാത്ത രൂപത്തിൽ കാണിക്കപ്പെടുന്ന പാപം. ആ ബാക്കിലെ ഫാന് അപ്പോ അപ്പോ ഇതാണ് ഈ ചെറിയ പാപങ്ങൾ. അത്ര ഒന്ന് ഗൗരവത്തിലല്ല എന്ന് നമ്മൾ കാണുന്ന പാപം. ഇതിന് മഹാനായ ഒരുപാട് കാലം ജീവിച്ച സഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ മരണാസന്നമായ സമയത്ത് താബികളായ സഹാബാക്കളെ കണ്ട് താബികളായ ആൾക്കാർ ചോദിക്കേണ്ടത്, മുത്തറസൂലിന്റെ കാലും ഈ കാലും തമ്മിൽ എന്ത് വ്യത്യാസം അങ്ങക്ക് തോന്നുന്നത്? അദ്ദേഹം പറയാണ്, മുത്തറസൂലിന്റെ കാലത്ത് ഞങ്ങൾ കണ്ടിരുന്ന ഒരു പാപം, വലിയ പാപമായി ഞങ്ങൾ കണ്ടിരുന്നത്, നിങ്ങളിപ്പോ കണ്ണുമ്പോ നിങ്ങൾ വീട് ഒരു രോമത്തിന്റെ അത്ര വില ഞങ്ങൾ കാണുന്നു അക്കാലത്ത്. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ്? അതാ ഞാൻ പറഞ്ഞു, സ്വന്തം അമ്മയെ ജന്മം നൽകിയതിന് കൊന്നു എന്നത് അഭിമാനത്തോടു കൂടി പറയാം. അഭിമാനത്തോടു കൂടി പറയാ, സങ്കോചമില്ല. അവനിങ്ങനെ മീഡിയക്ക് മുന്നിലേക്ക് ചിരിച്ചു കൊണ്ടുവരിക. എന്തേ കാരണം? പാപത്തെ അങ്ങനെയാണ് അവർ കാണുന്നത്. എന്തേ കാരണം? മനസ്സ് ദുഷിച്ചതുകൊണ്ടാണ്. ഇവിടെയാണ് നമ്മളെപ്പറ്റി, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ പറ്റി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. കാരണം എന്തായാലും ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളതാണ് നമ്മുടെ മരണമെങ്കിൽ. ആ മരണത്തെ പോലും ഇന്ന് പ്രശ്നമില്ലാതാകാം അല്ലേ? നോക്കി, നമ്മളൊക്കെ അനുഭവിക്കുന്ന ത്യാഗവും ബുദ്ധിമുട്ടൊന്നും നമ്മുടെ മക്കൾ അനുഭവിക്കുന്നില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് താങ്ങാൻ അവർക്ക് കഴിയുണ്ടോന്ന് ഇല്ല. എത്രയേ ആ പ്രായത്തിലുള്ള മക്കളുടെ ആത്മഹത്യ കാണുക. എന്താ കുട്ടികൾ വിചാരിക്കുന്നറിയോ? മരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പൊതു പരപ്പനങ്ങാടി പോയിട്ട് വരട്ടോ എന്ന് പറയുന്ന മാതിരിയെ ഒരു കരുതുന്നത്. അത്രയും സിമ്പിൾ ആണെന്നാ വിചാരിക്കുന്നത്. മരണത്തോടു കൂടി ഒക്കെ കഴിഞ്ഞു എന്ന തോന്നൽ. മുസ്ലിം ഉമ്മത്ത് അങ്ങനെ തോന്നുകയാണെങ്കിൽ എന്താ ഇതിന്റെ കാരണം?
എന്തോ ഒരു പോരായ്മ, കിട്ടേണ്ട രൂപത്തിൽ കിട്ടുന്നില്ല എന്നതാണ്. പാപങ്ങൾ അവർ കാണുന്നത് അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മാതാപിതാക്കളെ ധിക്കരിക്കുന്ന പാപത്തെ പ്രവാചകന്റെ സഹാബത്ത് കണ്ടത് എങ്ങനെയായിരുന്നു എന്നറിയില്ലേ? മഹാനായ അബൂ തൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മ ഉണ്ടല്ലോ നമുക്ക്. ഈത്തപ്പന കൃഷിയുടെ ചക്രവർത്തിയായിരുന്ന അബൂ തൽഹാ റളിയല്ലാഹു അൻഹു, വലിയ ഈത്തപ്പന തോട്ടങ്ങളുള്ള അബൂ തൽഹാ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഈത്തപ്പഴ മരങ്ങൾ വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന സമയത്ത് തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയാണ് അബൂ തൽഹാ റളിയല്ലാഹു അൻഹു. പൊതുവെ ശാന്തനായ അബൂ തൽഹാ റളിയല്ലാഹു അൻഹു അന്ന് പോണത് ധൃതിയിലാണ്. കയ്യിൽ ഒരു കടാരിയുണ്ട്, മൂർച്ചയുള്ള കത്തിയുണ്ട്. അബൂ തൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ അങ്ങനത്തെ ഒരു പോക്ക് സഹാബത്ത് കണ്ടിട്ടില്ല. അതേ പോണ് കണ്ടപ്പോ ബാക്കിൽ കൂട്ടുകാർ ചോദിച്ചു, എങ്ങോട്ടാ അബൂ തൽഹാ ധൃതിയിൽ പോണത്? നിക്കവിടെ, ഒന്നും പറയില്ല അബൂ തൽഹാ റളിയല്ലാഹു അൻഹു. അതേ നേരെ പോണത് തന്റെ പ്രസിദ്ധമായ ഈത്തപ്പന തോട്ടത്തിലേക്കാണ്. ഈത്തപ്പന തോട്ടത്തിൽ വിളവെടുപ്പിന് പാകമായി ഈത്തപ്പഴങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. 1-2 ദിവസം കൊണ്ട് വിളവെടുപ്പിന് പാകമായി ഈത്തപ്പനകൾ. ഒരു കൃഷിക്കാരൻ അതിന്റെ അടുത്തുകൂടി നടക്കാൻ പോലും സമ്മതിക്കാത്തൊരു സമയം ആ ഈത്തപ്പന മരത്തിലേക്ക്, ഈത്തപ്പന തോട്ടത്തിലേക്ക് എത്തി. ആ തോട്ടം ഇങ്ങനെ നോക്കി, അതിലെ ഏറ്റവും വലിയ ഈത്തപ്പന മരത്തിന്റെ അടുത്ത് എത്തി, വസ്ത്രമൊക്കെ പിടിച്ചു കെട്ടി കത്തി ശരിയാക്കി വെച്ച് ആ ഈത്തപ്പന മരത്തിലേക്ക് പിടിച്ചു കയറുന്നു മഹാനായ അബൂ തൽഹാ റളിയല്ലാഹു അൻഹു. കയറുമ്പോ അദ്ദേഹത്തിന്റെ കാല് തട്ടിയിട്ട് ഈത്തപ്പഴ കുലകൾ അടർന്ന് താഴെ വീഴുന്നുണ്ട്. കൂട്ടുകാർക്ക് തോന്നി അബൂ തൽഹാക്ക് ഭ്രാന്തായി പോയിട്ടുണ്ട്. ഇറങ്ങ അബൂ തൽഹാ, എന്ത് ഭ്രാന്താണ് കാട്ടല്, ഇറങ്ങ്. കേൾക്കണില്ല അബൂ തൽഹാ റളിയല്ലാഹു അൻഹു. അദ്ദേഹം കയറാണ്. കയറി ആ ഈത്തപ്പന മരത്തിന്റെ അഗ്രഭാഗത്ത് തൂമ്പിലെത്തി. നമുക്കറിയാം അല്ലെ, തെങ്ങിന്റെ തൂമ്പ് മുറിച്ചാല് ഉണ്ടാവും കരിമ്പ് എന്ന് പറഞ്ഞ മധുരമുള്ള ഒരു സാധനം. നമ്മൾ കരിമ്പ് എന്ന് പറയുന്നത് എല്ലാ പനമരത്തിന്റെ പ്രത്യേകതയാണ്. മഹാനായ അബൂ തൽഹാ റളിയല്ലാഹു അൻഹു ആ ഈത്തപ്പന മരത്തിന്റെ, ആ തോട്ടത്തിലെ ഏറ്റവും നല്ല ഈത്തപ്പന മരത്തിന്റെ കരിമ്പ് അഗ്രഭാഗം തന്റെ കയ്യിലെ കത്തി കൊണ്ട് മുറിച്ച് അതിലെ കരിമ്പ് കണ്ടാന്ന് പറഞ്ഞ കരിമ്പ് വലിച്ചെടുക്കുന്നു. ഇതുവരെ ധൃതിയുള്ള ബേജാറുള്ള അബൂ തൽഹാ പതുക്കെ താഴെ ഇറങ്ങി തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നപ്പോ കൂട്ടുകാർ ചോദിച്ചു, എന്തൊരു പിരാന്ത അബൂ തൽഹാ ചെയ്ത്? ഈ ഈത്തപ്പന തോട്ടത്തിൽ ഏറ്റവും നല്ല ഈത്തപ്പന മരം നശിപ്പിച്ചില്ല അബൂ തൽഹാ, എന്ത് പണിയാണ് ചെയ്തത്? പിരാന്തായി പോയോ? മഹാനായ അബൂ തൽഹാ റളിയല്ലാഹു അൻഹു ശാന്തനായി പറയുന്നൊരു വാക്കുണ്ട്. ഞാനടക്കം എന്റെ മുന്നിലുള്ള മക്കളുടെ മനസ്സിൽ എത്ര IAS കാരായാലും IPS കാരായാലും മനസ്സിലുണ്ടാകേണ്ട വാക്ക് അബൂ തൽഹാ റളിയല്ലാഹു അൻഹു പറയാ, എന്റെ ഉമ്മ, വയസ്സായ ഉമ്മ, അത്യംവിത്യം പറയുന്ന ഉമ്മ. ഞാൻ ഉമ്മന്റെ അടുത്തേക്ക് ചെന്ന് ഉമ്മയുടെ തലയെടുത്ത് എന്റെ മടിയിൽ വെച്ച് തലയിലൂടെ കൈകൾ തലോടിച്ചപ്പോ, ബഹുമാനിനെ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴാ അത് ചെയ്യേണ്ടത്, മരിച്ചിട്ട് കാര്യമല്ല. ചേർത്ത് പിടിക്കണം അവരെ. ഉമ്മന്റെ അടുത്ത് പോയിട്ട് ഉമ്മനെങ്ങനെ തൊട്ട് നോക്കുമ്പോ ഉമ്മന്റെ കവിളൊട്ടിയിട്ടുണ്ടാവും. എങ്ങനെ കവിളൊട്ടിയതറിയോ? എങ്ങനെ കണ്ണ് പുറത്തേക്കായതറിയോ? ഉമ്മന്റെ വയറുന്തിയത് എങ്ങനെ അറിയോ? നമ്മളെ പോറ്റാൻ പട്ടിണി കിടന്നപ്പോ ഉപ്പയുടെ കൈ പരുപരുത്തതായിട്ടുണ്ടാവും. എങ്ങനെ അറിയോ? നമ്മളെ പോറ്റാൻ കൈക്കോട്ട് പിടിച്ചപ്പോ, നമ്മളെ പോറ്റാൻ ആയുധം പിടിച്ചപ്പോ പൊട്ടിയ കൈയാണ് തായമ്പ്. അതൊന്ന് തടവി കൊടുക്കുമ്പോ അവർക്ക് കിട്ടുന്ന അതിനേക്കാളും വലിയൊരു മസാജ് സെന്ററൊന്നും ഒരു സുഖം അവർക്ക് കിട്ടൂല. ചേർത്ത് പിടിക്കണം മാതാപിതാക്കളെ. അബൂ തൽഹാ റളിയല്ലാഹു അൻഹു പറയാ, എന്റെ വയസ്സായ ഉമ്മന്റെ അടുത്തേക്ക് ഞാൻ ചെന്ന് ഉമ്മയുടെ തലമുടിയിലൂടെ കൈകൾ ഇങ്ങനെ തലോടിച്ചപ്പോ അത്തുംഭിത്തിയും പറയണമാതിരി എന്റെ അമ്മ ചെന്നൊക്കെ പറയുന്നത് കൂട്ടത്ത് പറഞ്ഞു, ഈത്തപ്പന മരത്തിന്റെ കരിമ്പ് തിന്നിട്ട് കാലം മറന്നു വേടാ, നല്ല രസം ഉണ്ടാവില്ലേ? അത് പറഞ്ഞപ്പോ എന്റെ ഉമ്മന്റെ മനസ്സിൽ ആഗ്രഹം മനസ്സിലായപ്പോ എന്റെ ഉമ്മയുടെ തല പതുക്കെ താഴെ വെച്ച് ഇറങ്ങി പുറപ്പെട്ടതാ ഞാൻ. എന്റെ ഉമ്മക്ക് കൊടുക്കാനുള്ള ഈത്തപ്പന മരത്തിന്റെ കരിമ്പാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും മഹാനായ അബൂ തൽഹാ അവന്റെ കണ്ടമിടറി, കണ്ണു നിറഞ്ഞൊഴുകി. അപ്പൊ കൂട്ടുകാരി ചോദിച്ചു, അബൂ തൽഹാ, എടാ, ഉമ്മക്കൊരു ഈത്തപ്പന മരത്തിന്റെ കരിമ്പ് കൊടുക്കണമെങ്കിൽ ഈ തോട്ടത്തിൽ എത്ര ഈത്തപ്പന മരം ഉണ്ടായിരുന്നു? അതിൽ ചെറുതൊന്ന് വെട്ടിയാ പോരോ? ഈ വലിയ മരം തന്നെ നശിപ്പിക്കേണ്ടിയോ? ഇനി ഇത് തന്നെ വേണമെങ്കിൽ
വിളവെടുപ്പ് കഴിഞ്ഞിട്ട് പോരെയിരുന്നു എന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടിയാണ്, മക്കളെ, ഞാനടക്കമുള്ള മക്കളെ നമ്മളെ മനസ്സിലുണ്ടാകും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ പഠിപ്പിച്ചു. വവസൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ചു, ഹുസ്ന ചെയ്യണമെന്ന് പഠിപ്പിച്ചു. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ, ഹുസ്ന ചെയ്യാൻ പഠിപ്പിച്ചു. എന്റെ ഈത്തപ്പനമരന്നല്ല, എന്റെ മുഴുവൻ സമ്പത്തും എന്റെ ഉമ്മ ചോദിച്ചാൽ കൊടുത്താലും, എന്റെ ഉമ്മ എന്റെ ഗർഭം ചുമന്നപ്പോ, എന്നെ പോറ്റി വളർത്തിയപ്പോ സഹിച്ച ത്യാഗത്തിന്റെ ഒരംശം പോലും ആവൂല. എന്നിട്ട് എന്റെ ഉമ്മ ഒരു ഈത്തപ്പനമരം നിന്റെ കരിമ്പ് ആഗ്രഹിച്ചിട്ട് അത് നല്ലത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ഹുസ്നാണ്, എന്ത് നന്മയാണ് ഞാൻ ചെയ്തതെന്ന് ചോദിച്ച് ഈത്തപ്പനമരവുമായി, ഈത്തപ്പന കരിമ്പുമായി വീട്ടിലേക്ക് പോണ അബൂ തൽഹ റളിയല്ലാഹുവിന്റെ ചിത്രം പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലുണ്ടാകണം. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അത് പ്രാർത്ഥനയായി വരണം, പ്രാർത്ഥനയായി വരണം. പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾക്ക് നമ്മളോടുള്ള ഉത്തരവാദിത്വത്തെ പറ്റി, നമ്മൾ കാണിക്കേണ്ട സ്നേഹത്തെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം. അപ്പാ കുട്ടികൾ വഴിതെറ്റിപ്പോകൂല, പിന്നെ ഒരു മയക്കുമരുന്നിൽ പെടൂല. ഇന്ന് രാവിലെ എണീറ്റാൽ തലണ്ടോന്ന് തപ്പിയൊക്കെ ഇട്ടില്ല നമ്മള്. ഇപ്പൊ അങ്ങനെയാണ്. മക്കളെ കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റാൽ തലണ്ടോന്ന് തപ്പിയൊക്കണം. അങ്ങനത്തെ കാലഘട്ടത്തിലാണ്. അത് വേണ്ടി വരില്ല. അവരെ നമ്മൾ നമ്മോടൊപ്പം ചേർത്ത് പിടിച്ചാൽ, ഞാൻ പറഞ്ഞത് ആ സഹാബത്ത് മനസ്സിലാക്കി. ഇനി നമ്മളെ മക്കൾ, അതുകൊണ്ടാണ് ഞാൻ ആദ്യ ഗൗരവത്തിൽ ഇത് പറഞ്ഞത്. ബഹുമാന്യരെ, പാപങ്ങൾ അങ്ങനെയാണ്. ചെറുതെന്ന് കരുതി അത് വലുതിലേക്ക് പോകുന്നു. അതുകൊണ്ടാ പ്രവാചകന്റെ സഹാബാക്കൾ അത് വിലക്കിയത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണാസന്നായി കിടക്ക, കുത്തുകൊണ്ട്, ശത്രുവിന്റെ കുത്തുകൊണ്ട്. ഇന്നത്തെ ആശുപത്രി സംവിധാനം ഇല്ലാത്ത കാലഘട്ടം. കുടൽമാല മുഴുവൻ പുറത്തു ചാടിയിട്ടുണ്ട്. വസ്ത്രങ്ങൾ കൊണ്ട് അതിങ്ങനെ കെട്ടിയിട്ടും രക്തം ഉറ്റിറ്റു വീടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിക്കാൻ പലരും കടന്നു വരുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ വരുന്ന രംഗം കാണുന്നു. ഒന്ന് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ അബ്ശിറൂ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ സന്തോഷിക്കങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയലുണ്ട്, ഞാനും അബൂബക്കറും ഉമറും, ഞാനും അബൂബക്കറും ഉമറും പോയി, ഞാനും അബൂബക്കറും ഉമറും വന്നു എന്നിങ്ങനെ പറയലുണ്ട്. മുത്തറസൂലിനോട് ചേർത്താണ് നിങ്ങളെ പേര് പറഞ്ഞത്. അതുകൊണ്ട് ഇതൊക്കെ സ്വർഗ്ഗുറപ്പല്ലേ. അബ്ശിറൂ യാ അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ് അവന്റെ വേദനിക്കുന്ന മുഖത്ത് നോക്കാൻ പോലും പ്രയാസം സഹിച്ച് തിരിച്ചിങ്ങനെ പോകുമ്പോ വേദന കൊണ്ട് പൊളയുന്ന റളിയല്ലാഹു അൻഹു ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ കിടന്നപ്പോ വന്ന മനുഷ്യന്റെ വസ്ത്രം നെരിയാണിയുടെ താഴെയാണ്. റളിയല്ലാഹു അൻഹു കുടൽമാല പുറത്തു ചാടിയ വേദന സഹിക്കുന്ന, മരണവേദന സഹിക്കുന്ന സമയത്ത് റളിയല്ലാഹു അൻഹു വിളിച്ചു സ്നേഹത്തോടെ, യാ ഗുലാം, പൊന്നുമോനെ, ഇർഫ സൗബക്, നിന്റെ വസ്ത്രം കയറ്റി കൊടുക്കടാ. നിന്റെ വസ്ത്രത്തിന് ഈട് കിട്ടാൻ, റബ്ബിനെ സൂക്ഷിക്കാൻ, അതാണ് നല്ലത്. എന്തേ ഇതൊക്കെ എത്ര ഗൗരവത്തിൽ പറയണം. അതാ ഞാൻ പറഞ്ഞത്, ചെറിയ ഒന്നുമില്ല നബിയെ എന്ന് പറഞ്ഞ് കൂട്ടി നോക്കിയപ്പോ കുറെ ആയതുപോലെയാണ് പാപങ്ങൾ കൂടുക. അങ്ങനെയാണ് പാപിയായി മാറുക. ഇത് ഗൗരവത്തിൽ കാണോ എന്നതല്ല ഉണ്ടാകേണ്ടത്. അവര് അതിനെ കണ്ടിരുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളിലും ഉണ്ടാവുക ഈ ബോധം എന്നത്, നമ്മളിലും ഉണ്ടാവുക ബോധം. തെറ്റുകളിൽ നേരത്തോടെ സൂചിപ്പിച്ചു ആമുഖ ഭാഷണത്തിൽ, നാവ് കൊണ്ടുണ്ടാകുന്ന തെറ്റിനെ പറ്റി നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത തെറ്റ് അല്ലേ, ശ്രദ്ധിക്കാത്ത ഞാനടക്കം നമ്മളൊക്കെ ഇതൊക്കെ പറയുമ്പോ നമ്മൾ വിചാരിക്കേണ്ട നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ ഭയങ്കര ശുദ്ധന്മാരും ഈ മുന്നിരിക്കുന്ന ആൾക്കാർ ഭയങ്കര കുഴപ്പക്കാരും അല്ലട്ടോ. പറയുന്നവരെക്കാളൊക്കെ ശുദ്ധരാണ് മുന്നിലുണ്ടാകുക. കാരണം എന്താ അറിയോ, ഞാനിവിടെ വന്നത് എന്താ, ഞാൻ ഇവിടെ എത്തിയില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിക്കും, മാജിക്ക് വിളിക്കും, ഇവിടെ എത്തി, എന്തായി, അമ്മയൊക്കെ വിളിക്കും, എന്തായി, എവിടെ എത്തി എന്ന് ചോദിക്കും. അങ്ങനെ വരുന്നത് നിങ്ങളാരും അങ്ങനെ വരുന്നതല്ല. അതുകൊണ്ട് ഇന്നെക്കാളും കൂലി ഇട്ടേക്കാം. അത് ഇന്നല്ല, ഏത് ക്ലാസ് സംഘടിപ്പിക്കുകയാണെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിലും പ്രസംഗിച്ചവർക്കല്ല കൂലി, ആർക്കാ, മുന്നിൽ ഇരിക്കുന്നവർക്കാണ്. കാരണം റമദാൻ മാസം ആയതുകൊണ്ട് കട്ടൻ ചായ കൂടി നമുക്ക് കിട്ടൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലെ, അപ്പൊ നല്ലോണം കൂലി, അപ്പൊ ഞമ്മക്കാ തോനെ കിട്ടുക. അതുകൊണ്ടാ നമ്മള് ആ കൂട്ടത്തിൽ മാറ്റേണ്ട ഒന്നാണ് നമ്മൾ ശുദ്ധിയാകാൻ. എത്രയായിട്ട് നമ്മൾ അകലാത്തുന്നതാണ്. നേരത്തെ അമുഖഭാഷത്തിൽ നൗഷാദ് സാഹിബ് സൂചിപ്പിച്ച പോലെ കിബിറും പൂരും
അത് ക്ലിയർ ആയി മാറാൻ കുറച്ചൊരു പ്രയാസം അല്ലേ? അത് ക്ലിയർ ആക്കാതെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ഞാനും എന്റെ ജ്യേഷ്ഠനും വിചാരിച്ചോളി ഉദാഹരണമാണ്. ഞാനും എന്റെ ജ്യേഷ്ഠനും ഞാനിട്ട് തമ്മിൽ മുട്ടിയിട്ട് 20 കൊല്ലായി. ഉദാഹരണം കേട്ടോ. സാധുവാണ് എന്റെ ഇക്കാക്കന്റെ കുഴപ്പം കൊണ്ടല്ല, എന്റെ തെറ്റുകൊണ്ടാ. ഞാൻ സർക്കാർ സർവീസ് ഒക്കെ ഉള്ള ആളാണ്. ഓന് എന്റെ ലോകി കൂടിയാൽ എന്റെ പൈസ ഓന്റെ അടുത്തേക്ക് പോകും വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അകന്നതാ. അങ്ങനെ 20 കൊല്ലായി തമ്മിൽ മുട്ടിയിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാക്ക അപ്പുറത്ത് കൂടെ ഇങ്ങനെ റോഡ് കടന്നിങ്ങനെ വരുമ്പോ ഞാൻ പള്ളിക്കൊക്കെ പോകാണ്. കാക്ക നേരെ മുന്നിലാണ്. എന്റെ പള്ളി ആ സൈഡിലാണ്. എന്നാലും കാക്കനെ നേരിട്ട് കണ്ടാ ചിരിക്കേണ്ടി വിചാരിച്ച് റോഡ് ക്രോസ് ചെയ്ത് പുറത്തു കൂടെ പോകും. അങ്ങനെ 20 കൊല്ലം അങ്ങനെ പോണതിന്റെ ഇടയിൽ ഒരു കത്ത് കിട്ടിയിരിക്കും, ഒരു ലെറ്റർ. ഞാനിങ്ങനെ വായിച്ചപ്പോ മനസ്സ് നല്ല സന്തോഷം. ഒരുപാട് ആഗ്രഹം, പ്രാർത്ഥന, ഹജ്ജിന് പോകണം. ആ ഹജ്ജിന് അപേക്ഷ കൊടുത്തിരി, ആ ഹജ്ജിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്നതാണ് അറിയിപ്പ്. കത്ത് കിട്ടി എന്റെ മനസ്സ് സന്തോഷം തോന്നി. അപ്പൊ തന്നെ ഒരു ബേജാറും. കാരണം ഒരു 5-6 ലക്ഷം ഉറുപ്പ്യ ഞാൻ സംഘടിപ്പിക്കണം. കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോ എന്റെ ഉള്ളിൽ ഒരു കാളല്. ഈ 5-6 ലക്ഷം ഉറുപ്പ്യ വെറുതെ പോകരുത്, കല്ലത്തായി പോകരുത്, നാശമായി പോകരുത്. കത്ത് നേരെ പോക്കറ്റിലിട്ട് ഞാനൊരു നടന്ന് നേരെ കാക്കന്റെ വീട്ടിക്ക് ഗേറ്റ് കയറി ഞാൻ ഇങ്ങനെ ചെല്ലിട കണ്ടപ്പോ സാധുവായിന്റെ കാക്ക ബേജാറായിട്ട് അകത്തേക്ക് പോകാൻ നോക്കുമ്പോ ഞാൻ കാക്കനെ കീറി ഇങ്ങനെ പിടിച്ച് കെട്ടിങ്ങനെ പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞു, ഇക്കാക്കെ ഒന്നും ചോദിക്കരുത്, ഒന്നും പറയരുത്. ഇക്കാക്കെ എനിക്ക് പുറത്തു തരണം, പൊരുത്തപ്പെട്ടു തരണം. ഞാൻ കാക്കനോട് മിണ്ടിയിട്ട് 20 കൊല്ലായി. ഒന്നും കാക്കന്റെ തെറ്റല്ല, എന്റെ തെറ്റാണ്. ഒന്നും കാരണം ചോദിക്കരുത്, പുറത്തു തരണട്ടോ, പൊരുത്തപ്പെട്ട് തരണട്ടോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. കിബറും പോരില്ലാത്ത സാധുവായ എന്റെ കാക്ക എന്നെ ആശ്വസിപ്പിച്ച് പറഞ്ഞു, എടാ എനിക്ക് എന്നോട് ഒന്നുമില്ലടാ, ഞാൻ എപ്പോഴും എന്റെ അടുത്തേക്ക് വരലുണ്ട്. പക്ഷെ ഈ ഒന്ന് മുഖം തരാത്തോണ്ടാണ്, യാകന്നോണ്ടാണ്, എനിക്കൊരു വിഷമില്ലടാ, ഒരു വെറുപ്പില്ല എന്ന് പറഞ്ഞ് കാക്ക പൊട്ടിക്കരഞ്ഞി. എന്റെ കുടുംബം, കാക്കന്റെ കുടുംബമൊക്കെ സന്തോഷത്തിലായി. ഇക്കാക്ക കഴിഞ്ഞ ലക്ഷം ചോദിച്ചു, എടാ 20 കൊല്ലായിട്ട് തോന്നാത്തത് എന്റെ അനക്കെന്ത് തോന്നിയേ? ഇക്കാക്കെ എനിക്ക് ഹജ്ജിന് സെലക്ഷൻ കിട്ടിയത്. ഇക്കാക്കനോട് ഞാൻ പൊരുത്തപ്പിടിച്ചില്ലെങ്കിൽ എന്റെ ഹജ്ജ് കല്ലത്താവും. എന്റെ 5-6 ലക്ഷം ഉറുപ്പ്യ വെറുതെ പോകും. അതുകൊണ്ട് എന്റെ കാക്കനോട് പൊരുത്തപ്പിടിച്ചാലേ എന്റെ ഹജ്ജ് ശരിയാവും. ശരിയാണ്, പൊരുത്തപ്പിടിച്ച് പറഞ്ഞു തീർത്താലേ കർമ്മം ശരിയാവുള്ളൂ. ശരിയാണ് ഞാൻ ചെയ്തത്. ശരി, ഞാൻ ചോദിക്കട്ടെ, എന്റെ ഹജ്ജിന് കൂലി തരുന്നത് ആരാ? അല്ലാഹ്. എന്റെ നിസ്കാരത്തിന് കൂലി എന്റെ പള്ളി കമ്മിറ്റിക്കാരാ? എന്റെ നോമ്പിന് കൂലി തരുന്നത് നാട്ടുകാരാ? എന്റെ സക്കാത്തിന്റെ കൂലി മുനിസിപ്പാലിറ്റി അതെന്ന് അല്ല. ഹജ്ജിന്റെ കൂലി തരുന്ന അതേ റബ്ബാണ് എന്റെ നിസ്കാരത്തിനും എന്റെ നോമ്പിനും എന്റെ മറ്റു കർമ്മങ്ങൾക്കും കൂലി തരുന്നത്. പൈസക്ക് ചെലവുള്ളതിന് മാത്രം അള്ള കൂലി, ബാക്കിയുള്ള വേറെ കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചിട്ടോ? ഇല്ല. എന്തേ 20 കൊല്ലം നിസ്കരിക്കാൻ പോകുമ്പോ ഒന്ന് പൊരുത്തപ്പിടിക്കണം, 20 കൊല്ലം നോമ്പുണ്ടായിട്ട് ഒന്ന് പൊരുത്തപ്പിടിക്കണം എനിക്ക് തോന്നാഞ്ഞ്, അവിടെയാണ് നമ്മൾ തിരുത്തേണ്ട വേറെ കുറെ പാപങ്ങളുടെ നുണ പറയാ. അതിനേക്കാളുപരി നമ്മൾ തിരുത്തണം, ശുദ്ധമാക്കണം, കഴുകണം, ഒരുങ്ങി പുറപ്പെടണം. അറ്റുപോയ ബന്ധങ്ങൾ ചേർത്ത് വെക്കാതെ നമ്മുടെ നോമ്പ് അള്ളക്ക് ആവശ്യം ഉണ്ടാവൂല, നമ്മുടെ നിസ്കാരം അള്ളക്ക് ആവശ്യം ഉണ്ടാവൂല. അതുകൊണ്ട് മാറ്റേണ്ട ദുസ്വഭാവങ്ങളിൽ ചേർത്ത് പറയുന്നത് ഇതിനെ പറ്റിയ. അത് ക്ലിയർ ആക്കണം, ശുദ്ധമാക്കണം. അല്ലാതെ അള്ളാഹ് കബൂലാക്കൂല. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്റെ സഹാബത്തിനോട്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കലും ഒരു സുബഹി നമസ്കാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞിരുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പറയുമ്പോൾ അതിമനോഹരമായി പറയുന്ന സഹാബിയായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പതുക്കെ എഴുന്നേറ്റിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യുഹസ് സഹാബ, എന്റെ കൂട്ടുകാരെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ബന്ധം മുറിച്ചു മാറ്റിയവരുണ്ടെങ്കിൽ അവർ എഴുന്നേൽക്കും, എന്നിട്ട് ഈ മജ്ലിസ് നീട്ടിയിട്ട് പോയിക്കോളി. ഇവരെ സൂദർന്ന് സ്വന്തം പറയില്ല, ആരായി പ്രായ പറയാ? ഉത്തരസൂക്ഷം പറയുന്നത് മനോഹരമായി വിവരിക്കുന്ന സഹാബിയായിരുന്നു ഇവരെ സൂദർ.
വീണ്ടും അദ്ദേഹം പറഞ്ഞു, അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ എണീക്ക്, ഗെറ്റ് ഔട്ട് അല്ലെ, നമ്മുടെ ഭാഷ പറഞ്ഞ പോയിക്കോളി വിടുന്നു. മൂന്നാമത് പറഞ്ഞപ്പോഴേക്കും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടവിടാൻ കാത് കൂർപ്പിച്ചിരിക്കുക സഹാബത്ത്. എണീറ്റ് ചോദിച്ചു, എന്തിനാ ഇബ്നു മസ്ഊദ് ഇത്ര പ്രയാസം, എന്തിനാ ഇത്ര വിഷമം? അദ്ദേഹം പറയാ, അങ്ങനത്തെ ആളുകൾ ഈ സദസ്സിലുള്ളതുകൊണ്ട് അള്ളാന്റെ കാരുണ്യം അള്ളാഹ് തടയാണ്. അള്ളാഹു ഇങ്ങനത്തെ സദസ്സിൽ യുനസ്സിലു റഹ്മ വയഗ്ഫിറു ദുനൂബ്, അള്ളാഹ് കാരുണ്യം ഇറക്കും, പാപം പൊറുക്കും. പക്ഷെ ഇങ്ങനത്തെ ആളുകൾ ഉള്ളത് കൊണ്ട് അള്ളാഹ് ആ സദസ്സിൽ പാപം പൊറുക്കാത്ത, കാരുണ്യം ഇറക്കാത്ത ആൾക്കാർ. കേട്ടപ്പോ ഗൗരവ സഹാബത്തിന് മനസ്സിലായി. അവര് ചോദിച്ചു മുന്നിലുള്ള സഹാബത്തിനോട്, അള്ളാന്റെ റസൂലേ, ആരുള്ളത് കൊണ്ടാണ് അള്ളാന്റെ പാപം, അള്ളാഹ് പാപം പൊറുക്കാത്തത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാത്തിഉ റഹ്മ, മുറിച്ചു മാറ്റിയവൻ, ബന്ധം മുറിച്ചു മാറ്റിയവൻ. ഇനി ഓർക്കി, നമ്മൾ ഒഴിവാക്കേണ്ട ദുസ്വഭാവങ്ങളിൽ ചേർത്തു പറയേണ്ടത് ഈ മുറിച്ചു മാറ്റപ്പെട്ട ബന്ധത്തെ ശുദ്ധമാക്കണം, ക്ലിയർ ആക്കണം. കൂട്ടത്തിൽ മറ്റുള്ളവരിത് കാണാൻ നമ്മൾ ഭയങ്കര മിടുക്കന്മാരാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഈ പറഞ്ഞതൊക്കെ നല്ലത് പറഞ്ഞ നിങ്ങളെ പറ്റി, മോശം പറഞ്ഞ എന്റെ നാട്ടുകാരെ പറ്റി നിങ്ങൾ ആദ്യം വിചാരിച്ചോ. നിങ്ങളൊക്കെ മോശം, ഞാൻ നല്ലോനൊന്നല്ല. ഞാൻ പറഞ്ഞു, ഞാനടക്കം മറ്റുള്ളവരെ പറ്റി എന്താലേ നമുക്കൊരു തീരോത്തെ അല്ലെ. പിന്നെ സാധാരണ നിങ്ങളെ പറ്റിയല്ലോ കേട്ടോ, സഹോദരിമാരെ നിങ്ങളെ പറ്റിയല്ല, എന്റെ നാട്ടിലെ പെണ്ണുങ്ങളെ പറ്റി സാധാരണ പറയില്ല. എത്ര പറഞ്ഞാലും തീരൂല, വേറെ എന്തെങ്കിലും ആകാണ്ട് വേഗം തീരും അല്ലേ. പിന്നെ രണ്ടു പെണ്ണുങ്ങള് ഒരാഴ്ച യാത്ര പോയത്രേ. ആകെ യാത്ര പോയി അന്ന് മുതലേ വർത്താനം പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിന്റെ പഠിക്കാൻ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോ ബാക്കി നമുക്ക് പിന്നെ പറയട്ടോ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ടും അത് തീരേതാറിയോ? ഏതാ തീരാതെക്ക? ഈ അറിഞ്ഞവളെ എന്ത് അതോ ഓള് മാത്ര ഓളോളെ ബാപ്പന്റെ ബാപ്പി ഇമ്മിയൊക്കെ എനിക്കറിയാം, ഓലെ പറ്റും. മറ്റുള്ള ഓളമ്മനെല്ലാം എനിക്ക് അറിയുള്ളൂ, ഓളമ്മാമന്റെ കഥ എനിക്കറിയാം. അത് ഇങ്ങനെ നീളും. എന്ത് രസാറിയ ഇല്ലേ, തീരാത്ത രസം. അവിടെ എപ്പോഴെങ്കിലും നമ്മള് നോക്കിയോ? നമ്മളേക്ക് നോക്കി നമ്മളൊരാളെ ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോ 4 വിരല് നമ്മളെടുക്കാം. നിന്റെ വർത്താനല്ലോ കേട്ടോ, അറബിയിൽ ഒരു അർത്ഥവാക്യ. ഒരു വിരല് ചൂണ്ടുമ്പോ 4 വിരലും കേട്ടോ. അപ്പൊ ഇനി എന്തെങ്കിലും ചൂണ്ടാണ് ഇങ്ങനെ ചൂണ്ടിയാൽ മതി അല്ലേ. 5 അങ്ങോട്ട് തന്നെ ആവും. അതല്ല അതിന്റെ അർത്ഥം. എന്താ 4 കേട്ടാ. എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു ഉദാഹരണം പറയാം. എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു വാടക വീട്ടുകാരൻ താമസിക്കും. അപ്പൊ അയാള് സാധുവായ മനുഷ്യനാണ്, ആകെ വസ്ത്രങ്ങളൊക്കെ കുറവാണ്. അയാൾ എന്ത് ചെയ്യും? എല്ലാ ദിവസവും പിന്നെ പണി കഴിഞ്ഞ് വന്നിട്ട് വസ്ത്രമൊക്കെ അലക്കിയിട്ട് അയലുമലിടും. അപ്പൊ എന്റെ ഭാര്യ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്താണ് അയാൾക്ക് അലക്കാനൊന്നും അറിയില്ല എന്നാ തോന്നുന്നത്. എന്താ അവളെ അങ്ങനെ പറയുന്നത്? അതെ, ഇങ്ങോട്ട് നോക്കിങ്ങള്, അയാള് നോക്കി, അയാൾ അലക്കിട്ട തുണിയൊക്കെയാണ് വെളുത്ത തുണി നിറച്ചും പൊടിമണ്ണ് അളയുമ്പല് നിറയെ പൊടിമണ്ണാണ്. ഞാൻ പല്ലെക്കുമ്പോഴാ ഭാര്യ എന്ന് പറഞ്ഞത്. ഉദാഹരണം പറയാട്ടോ, അല്ല ഞാനിങ്ങനെ ഇത് ഹദീസാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞ ഞങ്ങളിപ്പോ എപ്പോഴാ നിർത്തവയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നമ്മളെ നാടൻ ഭാഷയിൽ പറയുന്നത്. അപ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്തറിയോ, ഞാനിങ്ങനെ നോക്കിയോ പൊടിമണ്ണാണ്. ഞാൻ ഭാര്യനെ വിളിച്ചിട്ട് ഒരു ശീലെടുത്തോണ്ടിരാൻ പറഞ്ഞു. ശീലെടുത്തോണ്ടെന്ന് ഒന്ന് നനച്ച് എന്റെ ജനലിന്റെ ചില്ല് ഒന്ന് തുടച്ചു. ജനലിന്റെ ചില്ല് തുടച്ചു നോക്കിയപ്പോഴോ അപ്പുറത്തെ തുണി ഒരു കുഴപ്പമില്ല, അത് നല്ല വെളുത്ത തുണിയാണ്. അപ്പൊ കുഴപ്പമിവിടെയാണ് ജനലിന്റെ ചില്ലുമല. ഇതേമാതിരി നമ്മളെ ചില്ലൊക്കെ ഒന്ന് നമ്മൾ തുടച്ചിട്ട് ബാക്കിയുള്ളവരെ നോക്കുകയാണെങ്കിൽ ഒരു കുറ്റം ഓലെടുത്തുണ്ടാവൂല. അപ്പൊ ഗീബത്ത് പറയാനും തോന്നൂല, നമീമത്ത് പറയാനും തോന്നൂല, ഓരെ പറ്റി ഒന്നും പറയാൻ തോന്നൂല. ഇതെന്താറിയോ, നമ്മളെ ചില്ല് തുടക്കാതെ ആരും തന്നെ ഇന്റെ പടച്ചോനെ എന്ന് പറയാൻ തോന്നുന്നോണ്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് നമ്മളൊന്ന് തുടയ്ക്കാം, ക്ലിയർ ആക്കണം. കൂട്ടത്തിൽ ഇന്ന് വരുന്ന പാപങ്ങളിൽ ഞാനിതൊക്കെ അപ്പൊ നോണ പറയല് ഇതൊക്കെ ഉണ്ടിട്ടോ. ഞാൻ അതൊക്കെ നമ്മളിങ്ങനെ കേൾക്കണം. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കപ്പെടാത്ത ഇതിനെ പറ്റി പറയുന്നത്. അക്കൂട്ടത്തിൽ ഒന്നാണ് ഇടകലറിൽ അഥവാ സ്ത്രീ പുരുഷ സംസർഗം ഒരു പ്രശ്നമല്ലാതായി മാറുന്ന ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ. ഞാൻ അധ്യാപകനാണ്, അതുകൊണ്ടാ പറഞ്ഞത്. നമുക്കൊക്കെ ഏതൊക്കെ ദിവസം അറിയാൻ സ്കൂൾ പഠിക്കുന്നത്? റിപ്പബ്ലിക് ഡേ അല്ലെ, സ്വാതന്ത്ര്യ ദിനം, പിന്നെ അതേമാതിരി ഗാന്ധി ജയന്തി, പിന്നെ അതേമാതിരി ശിശുദിനം,
അങ്ങനെ കുറച്ച് ദിവസം അറിയുള്ളൂ. എന്നാലേ ഇപ്പത്തെ കുട്ടികളോട് ഈ ദിവസമൊക്കെ ചോദിച്ചു നോക്കട്ടെ, എന്താ വെച്ചാല് അത് ഓൽക്കറിയില്ല. പക്ഷെ ഓൽക്കറിയുന്ന കുറെ ദിവസമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 14 എന്താ നിങ്ങൾക്ക് അറിയാം. ഫെബ്രുവരി പറയുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നത് ഫെബ്രുവരി 12 അതിന്റെ ഒരു ദിവസം പിന്നെ സ്കൂളിൽ ഇങ്ങനെ ചെന്നപ്പോ പിന്നെ ഗേറ്റില് ക്യാമ്പസിന്റെ ഈ ഗേറ്റ് കടന്നു കൊടുത്ത് ഒരു ചെറിയൊരു ഒരു മതിൽക്കെട്ടുണ്ട്. അവിടെ ഉണ്ട് ഒരു പെൺകുട്ടി ആൺകുട്ടിയും ഇങ്ങനെ ഇരിക്കുന്നു. ആൺകുട്ടിയുടെ മടിയിൽ കുട്ടി കിടക്കുന്നത്, കിസ് ചെയ്യുന്നു. പരസ്യമാണ്. അപ്പൊ എന്താണ് അത്ഭുതത്തോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. നോക്കിയപ്പോൾ അന്ന് എന്താ അറിയോ, വീണ്ടും കിസ് ഇടയാണ്. ഞാൻ അറിയാത്ത പോലെ ഡേറ്റ് ചെയ്തേ കണ്ടോ, വീണ്ടും കിസ് ഇടേ. ഇത് നമ്മക്കറിയില്ല. ഇനി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വാലന്റൈൻസ് ഡേ. എന്താ വാലന്റൈൻസ് ഡേ? ഒരു കാമുകില്ല. ഞാൻ പഠിക്കണ കുട്ടികളോട്, നന്നായി പഠിക്കണ അതമുള്ള കുട്ടികളോട്, എടാ ഇങ്ങനൊക്കെ ആകാൻ പറ്റുമോ ചോദിക്കുമ്പോൾ പോലും പറയണ്ടത്, സാറേ ഇതൊന്നും ഇല്ലെങ്കിൽ കുട്ടികൾ വിചാരിക്കും പൊട്ടന്മാരാണ്, പൊട്ടത്തിയാണ് വിചാരിക്കും. ഒരു ലൈനൊന്നും ഇല്ലെങ്കിൽ കുട്ടികൾ പൊട്ടത്തികളാണെന്ന് പറയാ. അതുകൊണ്ടാണ്, അഥവാ അതൊരു പ്രശ്നമല്ലാതായി മാറാൻ. എന്നാലേ മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരു പെണ്ണ് ഒരു സ്ത്രീയെ, ഒരു സ്ത്രീ ഒരു പെണ്ണും പുരുഷൻ, ഒരു സ്ത്രീയും ഒരു ആണും അർഹതപ്പെട്ടതല്ലാത്തവർ പരസ്പരം ഷെയ്ക്കൻ ചെയ്താൽ അല്ലെങ്കിൽ പരസ്പരം പിടിച്ചാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാളും നല്ലത് അവരുടെ തലയിൽ ഇരുമ്പിന്റെ ആണി, ഇരുമ്പിന്റെ സൂചി അവരെ തലയിൽ അടിച്ചു കയറ്റലാണ് നല്ലത്. ഇരുമ്പിന്റെ സൂചി തലയിൽ അടിച്ചു കയറ്റണ്ട അല്ലേ? ഇഞ്ചക്ഷൻ സിറിഞ്ചുമായിട്ട് സിസ്റ്റർ ഇങ്ങനെ വന്നാൽ മതി പറഞ്ഞു പായോ നമ്മളെ മക്കള്. ഈ നമ്മളെ തലയിൽ ഇരുമ്പിന്റെ ആണി ഇങ്ങനെ അടിച്ചു കയറ്റാൻ ആലോചിച്ച് നോക്കി. ഇതിനേക്കാളും ശ്രേഷ്ഠ അതാണ്. എനിക്ക് അർഹതപ്പെട്ടതല്ലാത്ത ഒരു പെണ്ണിനെ ഞാൻ സ്പർശിക്കുന്നതിനേക്കാളും നല്ലത് ഇരുമ്പിന്റെ ആണി അടിച്ചു കയറ്റണം. പ്രശ്നമാണോ ഇത്? അങ്ങനൊക്കെ എങ്ങനെ ജീവിക്കാൻ കഴിയാ? ഹായ് എന്ന് പറഞ്ഞ് ഷെയ്ക്കൻ്റെ കൊടുത്തിട്ട് അത് സ്വീകരിച്ചില്ലെങ്കിൽ എന്താ അപ്പൊ വിചാരിക്കാം? അതൊരു പ്രശ്ന തെറ്റല്ലാതായി മാറുകയാണ് നമ്മുടെ സമൂഹത്തില്. അതൊരു കുഴപ്പമില്ലാതായി മാറുകയാണ്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടാത്ത പാപങ്ങൾ ഞാനത് പറയുന്നത്. അങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയോ സ്റ്റാറ്റസ് ആയിട്ട്? അല്ല. നിങ്ങൾ കണ്ടില്ലേ സൗദി അറേബ്യയിൽ അല്ലെ ഒരു കോൺഫറൻസ് നടത്തിയ സമയത്ത് എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന അനാചാരങ്ങൾക്ക് പകരം അവിടുന്ന് ഒഴിവായി. എന്തേ? ഈ അടുത്ത് വേൾഡ് കപ്പ് ഖത്തറിൽ നടത്തിയപ്പോ നമ്മളൊക്കെ വിചാരിച്ചു ഖത്തർ അതോടുകൂടി തകർന്നു വന്നു. ഞാൻ ആ രാജ്യത്തെ പറ്റിയൊന്നും പറയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര മനോഹരമായിട്ടാ അവരവിടെ സംഘടിപ്പിച്ച്. മദ്യമില്ലാത്തൊരു വേൾഡ് കപ്പ്, അതിനായിട്ട് ആഘോഷിക്കാൻ വേണ്ടി വരുന്നവര് അതില്ലാതെ തടഞ്ഞില്ലേ? ഖുർആനിന്റെ ആയത്തോതിയിട്ട് അതും ആളുകൾക്കിടയിൽ അവഗണിക്കപ്പെടുന്ന രണ്ട് മനുഷ്യരെ കൊണ്ടുവന്നു അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച എത്ര മനോഹരമായ ദൃശ്യം. എന്താ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ് ഖത്തർ മഹാമോശാട്ടോ? അല്ല, ഇതുവരെ നടന്നതിൽ ഏറ്റവും വലുത്. അഥവാ ഞാൻ പറഞ്ഞ തിരുത്താൻ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ നമ്മളെ സമൂഹം അംഗീകരിക്കും, ആളുകൾ അംഗീകരിക്കും. അതൊരു മോശത്തിലായിട്ട് തോന്നുന്നു. അതെന്തേങ്ങൾ കൈയിടിക്കാൻ? അത് ഇതൊരു പെണ്ണാണ്, ഞാനൊരാണാണ്. അതുകൊണ്ട് അത് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചെന്നുണ്ട്. തല ഇങ്ങനെ ഓർമ്മ വരിക അല്ലെ? അസ്സലാമു കൈയിട്ടുമ്പോ തലയിൽ ആണി അടിച്ചു വിട്ടിട്ട് ഇങ്ങനെ ഓർമ്മ വരുമ്പോ നമുക്ക് ഇങ്ങനെ ഇതുപോലെ അതുപോലെ ഇന്ന് സ്വകാര്യത പ്രശ്നമല്ല. ഞാനിപ്പോ ഈ പറയണ ഞാന് ഇവിടെ ഇങ്ങനെ വന്നിട്ട് തോന്നിയാസൊന്നും ചെയ്യൂല. ഞാനിവിടെ ഇങ്ങനെ പോണ വൈമേല് ഒരു പെണ്ണിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കൂല. എന്തേ കാരണം? അള്ളാനെ പേടിച്ചിട്ടൊന്നുമില്ല, ആവൂല ചിലപ്പോ. എന്താ? ഇവിടെ എന്നെ കണ്ട കുറേ മുഖങ്ങളുണ്ട്. ഞാനിവിടുന്ന് ബസ്സിൽ ഇങ്ങനെ പോകുമ്പോ ഏതൊരു പെണ്ണ് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ നോക്കൂല. എന്തേ കാരണം? അത് ഇയാളല്ല അവിടെ നിന്നിട്ട് നുളവിച്ച് വയറിറങ്ങി എന്നിട്ട് ഇതെത്താ ഇത് എന്ന് നിങ്ങൾ വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാവും. പക്ഷെ അതല്ല ഭക്തി. ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ കൂടെ ഇരിക്കുന്ന സമയം അവർക്ക് പരിചയമുള്ള വെളുത്ത മണൽ മൂടിയ തിഹാമ പർവ്വതം അത് ഉദാഹരിച്ചുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സഹാബത്തെ നിങ്ങൾ തിഹാമ പർവ്വതം കണ്ടിട്ടില്ലേ? നബിയേ, വെളുത്ത മണൽ മൂടിയ തിഹാമ പർവ്വതം ഒരു കാറ്റുകൾ അടിച്ചാൽ ആ തിഹാമ പർവ്വതത്തിലെ പൊടിപടലങ്ങൾ പാറിപ്പോണങ്ങൾ കണ്ടില്ലേ? നബിയേ, എങ്കിലേ എന്റെ ഉമ്മത്ത് നാളെ പരലോകത്ത്
ഈ തിഹാമ പർവ്വത്തിന്റെ അത്ര ദൂരെന്ന് നോക്കിയാൽ കാണേ ആ തിഹാമ പർവ്വത്തോളം ഇബാദത്തുമായി പരലോകത്ത് വരും. നിസ്കാരം നോമ്പും അജ്ജുമായിട്ട് പരലോകത്ത് വരും. പക്ഷെ ഒരു കാറ്റടിച്ചാൽ അതിലെ മണല് പാറിപ്പോകുന്ന പോലെ അവരുടെ പ്രവർത്തനങ്ങൾ ധൂളികളായി പൊടിപടലങ്ങളാക്കി പാറ്റപ്പെടും. സാബത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂലേ തിഹാമ പർവ്വത്തിന്റെ അത്ര അമലായിട്ട് വന്നിട്ട് അത് പൊടിയാക്കി പാറ്റപ്പെടുന്നു. നബിയെ ഓല് വിശ്വാസികളല്ലേ? നബിയെ ഓലെന്താ നിസ്കരിക്കണമല്ലേ? നബിയെ അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ്, അഥവാ വിശ്വാസികളാണ്. അവർ നമസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, രാത്രിയുടെ സുന്നത്ത് അഥവാ തഹജ്ജുദ് അടക്കം നിസ്കരിക്കുന്നവരാണ്. തഹജ്ജുദ് അടക്കം നിസ്കരിച്ചിട്ടും അത് പൊടിയാക്കി മാറ്റപ്പെട്ടു. എന്താ നബിയെ ഓരോ പ്രശ്നം? ഓലെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞിരു നബിയെ, ഞങ്ങൾക്ക് തിരുത്താനാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ ഒരു പ്രശ്നം അറിയോ? ഒരീ പറഞ്ഞതൊക്കെയാണ്. പക്ഷേ ഒറ്റക്കായാൽ ഹറാമ് ചെയ്യാൻ, ഹറാമ് കേൾക്കാൻ, ഹറാമ് പ്രവർത്തിക്കാൻ ഓൽക്കൊരു മടിയില്ല. ഇനി ഞാൻ അടുത്ത പാപം പറയാം. ഈ സാധനം ഇത് എന്റെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ നെറ്റ് കണക്ഷനുള്ള കമ്പ്യൂട്ടർ എന്റെ കയ്യിൽ, വാതിൽ ഞാൻ കുറ്റിയിട്ടിട്ടുണ്ട്, എന്റെ ഭാര്യയില്ല, മക്കളില്ല. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തപ്പോ ലൈംഗിക ചുവയുള്ള സൈറ്റിലേക്ക് മൗസ് ക്ലിക്ക് ചെയ്യാൻ എനിക്ക് തോന്നുമ്പോ, ഓക്കെ അടിക്കാൻ എനിക്ക് തോന്നുമ്പോ എനിക്ക് ഓർമ്മ വരണം എന്റെ വയറ്, എന്റെ പ്രവർത്തനം, എന്റെ ദീന്, എന്റെ നിസ്കാരം, എന്റെ നോമ്പ് പൊടിപടലങ്ങളാക്കി മാറ്റപ്പെടും. ആൾക്കാർ കാണിച്ചതല്ല, സ്വകാര്യതയിൽ നമ്മളെ ശ്രദ്ധിക്കാൻ കഴിയണം. മറുഭാഗത്ത് സംസാരിക്കുന്ന ഒരു പെണ്ണാണ്, നേരം പുലരുവോളം അവളോട് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നുവെങ്കിൽ എനിക്ക് ഓർമ്മ വരണം എന്റെ ദീനീ പ്രവർത്തനം പൊടിപടലങ്ങളാക്കി മാറ്റപ്പെടും. ഇതൊക്കെ തെറ്റാണ്. കുറേ തെറ്റുകുറ്റും ഇങ്ങനെ പറഞ്ഞ് കുറേ പ്രശ്നം പറഞ്ഞാണ് പോയി. പരിഹാരം വേണ്ടേ? പരിഹാരം വേണം. എന്താ പരിഹാരം? ഒറ്റ പരിഹാരം, പ്രധാന പരിഹാരം എന്താ അറിയോ? ഇതൊരു സ്കൂളാണ്, ഞാനൊരു അധ്യാപകനാണ്. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഞാൻ ക്ലാസ്സിലേക്ക് ചെന്നു. ക്ലാസ്സിൽ ചെന്നപ്പോ ഈ ക്ലാസ്സിൽ ഏറ്റവും കുരുത്തം കെട്ടോ, എന്റെ പേരെന്നേക്കോട്ടെ നാസർ, കുരുത്തം കെട്ടോ, ക്ലാസ്സിൽ അടങ്ങിയൊരു യാതൊരു നാസർ അടക്കം പിൻബെഞ്ചില്, ബാക്കിൽ ബെഞ്ചിലാണ്. ഞാൻ ക്ലാസ്സിലേക്ക് വന്ന് കുട്ടികൾ ശാന്തരായി. ഞങ്ങൾ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഒരു ഫോൺ വന്നു. ഞാൻ മക്കളോട് പറഞ്ഞു, എടാ മിണ്ടരുതേ, കുറച്ചു നേരം ഇങ്ങനെ മിണ്ടായിരിക്കണേ, ഞാൻ ഇപ്പൊ വരാറില്ല. ഞാൻ ഫോണും കൊണ്ട് പുറത്തു പോയി. ആ സാറേ അറിഞ്ഞു. ആ മാഷകൾ പുറത്തു പോയി. പുറത്തു പോയപ്പോ ഞാൻ ഈ പറഞ്ഞ മാതിരി ബാക്കിൽ ബെഞ്ചിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി സ്റ്റാർട്ടും കുത്തും ചവിട്ടും ഒക്കെ. അപ്പുറത്ത് ടീച്ചർ വിളിച്ചിട്ട് സൈലൻസ് പറഞ്ഞു. എന്ത് സൈലൻസ്? ഇപ്പുറത്ത് വേറെ മാഷ് ഒന്നും മിണ്ടാക്കരാ. പക്ഷെ ഒന്നും ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് ഫോണിലൊക്കെ സംസാരിച്ച് മാഷ് ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ കയറി വരുന്നത്. കുട്ടികൾ ശാന്തരാണ്. പുറത്ത് ടീച്ചർ പറഞ്ഞു, മാഷേ നിങ്ങൾ കുട്ടികൾ അവിടെ സംസാരിക്കാൻ വിട്ടാൽ ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുക്കണ്ട. ഏയ്, നിന്റെ മക്കള് സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ സംസാരിച്ചില്ലടാ, വെറുതെ പറയാ ടീച്ചർ നമ്മളോട് ഉദ്ദേശിച്ചത്. ഇല്ല സാറേ. അപ്പോഴാണ് പുറത്തുനിന്ന് മാഷ് എന്ന് പറഞ്ഞു, ചങ്ങ ഇവിടെ കുട്ടികൾ അങ്ങനെ വിളറിട്ടാല്. അപ്പൊ എനിക്കൊരു സംശയം, സംസാരിച്ചില്ല. ഇല്ല സാറേ. ശരി, ഞാൻ എപ്പോ വരാറിഞ്ഞു. ഞാൻ പിന്നെ പുറത്ത് പോയി. ഞാൻ അങ്ങനെ പോയി നേരെ ജനലിന്റെ അടുത്ത് ഇങ്ങനെ കയറ്റിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ കുരുത്തക്കെട്ട നാസർ തുള്ളി ചാടി ചവിട്ടി ഇങ്ങനെ പറയുമ്പോ ഒരെന്റെ കണ്ട്, അല്ല മാഷ കുപ്പായം കണ്ട്. ഇംഗ്ലീഷിന്റെ പീരീഡാ. ഒരു വേറൊരു ബുക്ക് എടുത്ത്, ഇന്ത്യന്റെ ബുക്കാ, അത് തല കുത്തനെ പിടിച്ചിട്ട് ഇംഗ്ലീഷ് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. ഒരിക്കലും വായിക്കാതെ നാസർ ഇങ്ങനെ വായിക്കണ. പുറത്തുനിന്ന് ഗഫൂർ തോണ്ടി, ഇപ്പുറത്തുനിന്ന് സുരേഷ് തോണ്ടി. എന്തായിട്ടും ഓനൊരു മാറ്റമില്ല, ഭയങ്കര വായന, അതും തല കുത്തനെ പിടിച്ചിട്ട്. അപ്പൊ വലിക്കൊരു സംശയം, എന്താ സംഭവിച്ചത്? ഓലും നോക്കിയ മാഷ കണ്ട്. ഉടനെ ക്ലാസ് ശാന്തമായി. എന്തേ സംഭവിച്ചത്? മാഷ് കാണുന്നു എന്നല്ലേ. ബഹുമാന്യരെ, നമ്മളെ റബ്ബിന് നമ്മളെ കാണാൻ ജനല് വേണോ, വാതില് വേണോ? ഞാൻ ആമുഖമായി ഊന്നി കേൾപ്പിച്ച് നമുക്കറിയുന്ന വചനം, ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്. നിന്റെ റബ്ബ് പതിസ്ഥാനത്ത് നിന്ന് നിന്നെ നിരീക്ഷിക്കാം. നോക്കി ഇങ്ങനെ കാണുക.
എന്താ ഓന്റെ പോക്ക്, എന്താ കണ്ടില്ല എന്ന് വിചാരിക്കണ്ട, എന്താ ഓന്റെ അവസ്ഥ നോക്കാണ്. ഫോണിൽ ഞാൻ ചാറ്റ് ചെയ്യുമ്പോ ഉമ്മ അറിയില്ല, എന്റെ ഭാര്യ അറിയില്ല, മക്കളറിയില്ല, പക്ഷെ ആരറിയുന്നുണ്ട്? അമ്മ അറിയുന്നുണ്ട്. ഞാൻ സംസാരിക്കുമ്പോ അമ്മ അറിയുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഈ ബോധമാണ് തിന്മകളിൽ നിന്ന് മാറാൻ നമുക്കുള്ള ആയുധം. അതിലേക്ക് മടങ്ങാൻ, കൂടാതെ പ്രാർത്ഥിക്കാം. ഒരുപാട് പ്രാർത്ഥനകൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ? തഖ്വയാണ്. ഇതിന്റെ കൂടെ പോകേണ്ട ഒരു ദിവസത്തെ പറ്റിയുള്ള ഓർമ്മയും കൂടി ഉണ്ടാകാം. ഏതാ ദിവസം? തഖ്വയെ അള്ളാഹു കൂട്ടിച്ചേർത്ത് അല്ലേ? ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞ തഖ്വയെ അള്ളാഹു കൂട്ടിച്ചേർത്ത് 3 സ്ഥലത്താണ് ഖുർആനിൽ. ഒന്ന് വത്തഖുല്ലാഹ്, അള്ളേറ്റ്, വത്തഖുന്നാർ, നരകത്തെ സൂക്ഷിക്കാം. മൂന്നാമത് ചേർത്ത് അറിയാം വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, പരലോകേറ്റ്. ഈ 3 നമ്മൾ ഒരു ഓർമ്മ ഉണ്ടായാൽ മതി. അള്ളാഹുവിന്റെ ഓർമ്മ ഞാൻ ഇപ്പൊ പറഞ്ഞു, നരകത്തെ ഓർമ്മ. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ കരച്ചില്. പരലോകത്തേക്ക് പോകേണ്ടി വരും എന്നൊരു ദിവസത്തെ പറ്റിയുള്ള ഓർമ്മ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരിക്കാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും ഞാൻ പുതിയ കാര്യമായിട്ടോ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആയിഷ ഒന്ന് ഉറങ്ങണ്ടീനി, ഒന്ന് കിടക്കേണ്ടീനി. നബി അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തലക്കണിയിൽ തുടരാറിയല്ല. ആയിഷ ബീബി എന്ത് ചെയ്തറിയാം? അത് അണിയണം, അതുകൊണ്ടാ വന്നത്. ആയിഷ ബീബി അറിഞ്ഞു നബി ഇവിടെ കടന്നോളി അറിഞ്ഞു തന്റെ മടിത്തട്ട് കാണിച്ചു കൊടുത്തു. ഞാൻ എന്റെ മരുന്നോട് പറയാം, ഞാൻ എന്റെ മടി കിടക്കട്ടെ, നിങ്ങൾ കൊഞ്ചല്ലി അറിയില്ലേ? അല്ല, ലോകത്തിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മ മടിത്തട്ട് കാണിച്ചു കൊടുത്തു, ഇവിടെ കിടന്നോളി നബിയെ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നപ്പോ ആയിഷ ബീബി ഫോൺ എടുത്ത് കളിക്കല്ല. അപ്പൊ അന്ന് ഫോണില്ലേനില്ലേ? അല്ല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നപ്പോ ആയിഷ ബീബി എന്താ ചെയ്യണറിയോ? റസൂലിന്റെ മുടിയിലൂടെ കൈകൾ ഇങ്ങനെ തലോടിച്ച് നല്ല സുഖം ഉണ്ടാവും അല്ലേ? അതിലിങ്ങനെ ഉറങ്ങിപ്പോയി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോയപ്പോ ആയിഷ ബീബി ഒറ്റക്കായി. ആയിഷ ബീബി നമ്മൾ ഒറ്റക്കാകാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ സ്കൂൾ ഗ്രൂപ്പ് അതിൽ ചാറ്റ് ചെയ്യും, ഹായ് ഇന്ന് ഞാൻ ചെമ്മീൻ കറിയായിരുന്നു, നീയോ അല്ലെ? എന്നാൽ ആയിഷ ബീബി അതല്ലേ ചെയ്തത്. അപ്പൊ അന്ന് ചാറ്റിംഗ് ഇല്ലാത്തോണ്ടല്ല കേട്ടോ. ആയിഷ ബീബി എന്താ ചെയ്തറിയോ? ആയിഷ ബീബിന്റെ കണ്ണു കയറുന്ന അറിയാം. കണ്ണീര് മുത്തറസൂലിന്റെ മുഖത്തേക്ക് ഇട്ടി വീണാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണരുന്നറിയാം. അതുകൊണ്ട് തുടച്ച്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ നിയന്ത്രിക്കാനാകാതെ കണ്ണീര് തിരുമുഖത്തേക്ക് ഉറ്റി വീണു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആയിഷ ബീബി കരയുന്നു. ലിവ തബിക്കി ആയിഷ, എന്തിനാ ആയിഷ കരുത്? എന്റെ തലയുടെ ഭാരം താങ്ങാവുന്നതിൽ അപ്പുറമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ പോലെ ആയിഷ. അതിന് കരണ്ടീരോ? ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അതിനൊന്നുമില്ല നബിയെ. നിങ്ങൾ കടന്നിട്ട് നിങ്ങളുടെ തലന്റെ ഭാരം എനിക്ക് കൂടെ, അതിനൊന്നുമില്ല നബിയെ. പിന്നെന്തിനാ ആയിഷ? അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഒറ്റക്കായപ്പോ ഞാൻ എന്ത് ചെയ്തു? നീ ദക്കർത്തുൽ ആഖിറ, പരലോകം ഓർത്തു. നബിയെ, നബിയെ നിങ്ങൾ എനിക്ക് വല്ലാത്ത ഇഷ്ടാ, എന്നെ എനിക്കും ഇഷ്ടം, നിങ്ങൾക്കും ഇഷ്ടാ നബിയെ. നബിയെ, ഞാൻ നിങ്ങൾക്ക് പരലോകത്തെത്തുമ്പോ ഹൽ തദ്കുറു അഹ്ലക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ ആയിഷ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും നബിയെ? നിങ്ങളെ കുടുംബത്തിന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും നബിയെ? ന്യായമായ ചോദ്യം. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിന്റെ മടിത്തട്ടിൽ നിന്ന് പതുക്കെ ഉയർന്നു ആയിഷ ബീവിന്റെ കണ്ണീര് തുടച്ചിട്ട് ലോകത്തോടായി പറയാൻ വേണ്ടി പഠിപ്പിച്ചു. ആയിഷ, വല്ലദീ നഫ്സി ബിയദിഹി ഫി സലാസതി മവാദി, എന്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ അവൻ തന്നെയാണ് സത്യം. ഫി സലാസതി മവാദി, ആ 3 സന്ദർഭങ്ങളിൽ ലാ തദ്കുറു അഹദുൻ ഇല്ലാ ബിനഫ്സി, 3 സമയത്ത് ഒരാൾക്കും ഒരാളെയും ഓർമ്മ ഉണ്ടാവും ആയിഷ. ഏതാ സന്ദർഭം എന്നറിയോ? ഒന്ന്, നമ്മുടെ നന്മയും തിന്മയും രേഖപ്പെടുത്തുന്ന തൂക്കാൻ മീസാനിൽ നന്മയും തിന്മയും കൊണ്ടുവരപ്പെടുമ്പോ, റബ്ബേ അന്നൊരു സുബഹാനല്ലാഹ് കൂടി ചെല്ലിയില്ലെങ്കിൽ, അന്ന് ഞാൻ ആ ഗീബത്ത് പറഞ്ഞില്ലെങ്കിൽ, അന്ന് ഓൾ എന്നോടിന്റെ കൂടെ ഈ അറിഞ്ഞോന്ന് ചോദിച്ചപ്പോ ഞാൻ അറിഞ്ഞു മാറിപ്പോയില്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്ന സമയം ആയിഷ, ആ സമയത്ത് നിന്നെ എന്നല്ല ലോകത്ത് ഒരാൾക്കും ഒരാളെ ഓർമ്മ ഉണ്ടാവില്ല ആയിഷ. രണ്ടാമത്, നമ്മുടെ നന്മയും തിന്മയും തൂക്കിയ മീസാന്റെ പുറമെ നന്മയും തിന്മയും രേഖപ്പെടുത്തിയ ഏടുകൾ നമ്മുടെ കൈകളിൽ കിട്ടുമ്പോ, ആ ഏട് കൈ കിട്ടുമ്പോ ആയിഷ, അവിടെയും നിന്നെ എന്നല്ല ഒരാൾക്കും ഒരാളെ ഓർമ്മ ഉണ്ടാവില്ല ആയിഷ. മൂന്നാമത്, സിറാത്തിനരികെ
നമ്മുടെ വിശ്വാസം അനുസരിച്ച്, നമ്മുടെ വിശ്വാസത്തിന്റെ ഭദ്രതക്കനുസരിച്ച് നമ്മൾ സിറാത്തിനരികിൽ എത്തപ്പെടുന്ന സമയത്ത് ആയിഷ, അവിടെയും ഒരാൾക്കും ഒരാളെയും ഓർമ്മ ഉണ്ടാവില്ല. ആയിഷ, ബഹുമാന്യരെ, ഈ സന്ദർഭം, ഈ മൂന്നെണ്ണം നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളത്. പരലോകം നമ്മൾ മടങ്ങിപ്പോകേണ്ട ദിവസം, ആ ദിവസം നമ്മൾ ഒറ്റക്ക് അഭിമുഖീകരിക്കേണ്ട ദിവസം. ഇത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുമ്പോ തെറ്റും കുറ്റും ചെയ്യാൻ കഴിയില്ല. ഇതാണ് പരിഹാരം. റബ്ബ് കാണുന്നുവെന്ന ബോധം, മടങ്ങിപ്പോകേണ്ടവരാണെന്ന ബോധം. നാറു ജഹന്നമ അശദ്ദു ഹർറ, നരകത്തിന്റെ തീ ഭയാനകമാണെന്ന ബോധം. ഈ ബോധത്തിലേക്ക് മടങ്ങ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇതൊക്കെ ചെയ്താലും പുറത്തു തരുന്നവനാണ് അല്ലാഹ്. 100 ആളെ കൊന്നവന് പുറത്തു കൊടുത്ത അല്ലാഹ്. അന്നേ നമ്മളാരും കൊന്നിട്ടൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ ബേജാറ്? അല്ലാഹ് പുറത്തു തരും. ഈ ഉറപ്പുണ്ടാകുക. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വ്യക്തിപരമായി ചെയ്തതാണെങ്കിൽ പൊരുത്തപ്പെടിക്കേണ്ടി വരും. അല്ലെങ്കിൽ അതവിടെ ഇങ്ങനെ കിടക്കും. സുഷദാശു പറഞ്ഞു, കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടും. ചില ആളുകൾ, ഷഹന, 2 ആളുകൾ സഹോദരന്മാര്, ഒരു തമ്മിൽ വ്യക്തിവിരോധാണ് പരസ്പരം. ഓരോ നിസ്കാരം നോമ്പൊക്കെ ഇങ്ങനെ എയറിൽ നിൽക്കും. ഹദീസിൽ എയറിൽ നിൽക്കുന്നില്ല കേട്ടോ. അത് അള്ളാന്റെ അടുത്തേക്ക് കയറൂല. ഏതുവരെ? എപ്പോഴാ പോലും നന്നാകണ് അപ്പം വരെ. എപ്പോഴാ നന്നാകണ അപ്പോഴേ അത് കയറുള്ളൂ. അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മുക്തമാകാൻ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു നമ്മളെയൊക്കെ സന്തോഷത്തോടെ സ്വർഗം ഉറപ്പാക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വർഗത്തിന് വേണ്ടിയുള്ള കർമ്മമായി ഞങ്ങൾ സ്വീകരിക്കണം. റഹ്മാനെ, വളരെ തെറ്റും കുറ്റും പോരായ്മയൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഏത് പ്രതിസന്ധിയിലും നിന്നെ മാത്രം വിളിക്കുന്നവരാണ് ഞങ്ങൾ. റബ്ബേ എന്ന് വിളിക്ക് പകരം മറ്റൊരിടത്തേക്കും പോകാത്ത മനസ്സ് ഞങ്ങൾക്കുണ്ട്. റബ്ബേ, ആ വിശ്വാസം മുൻനിർത്തി ചോദിക്കാം. ഞങ്ങളൊക്കെ ചെയ്തു പോയ മുഴുവൻ അബദ്ധങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണം. റഹ്മാനെ, റബ്ബേ, നീ പുറത്തുനിന്നില്ലെങ്കിൽ ആരാ ഞങ്ങൾക്ക് പുറത്തുതരാൻ? റബ്ബേ, പാപം, ദോഷം ഒരുപാടുണ്ട്. ആ പാപങ്ങളുടെ ദോഷത്തിന്റെ ആധിക്യം കൊണ്ട് ഞങ്ങളെ നീ നരകത്തിലിടരുതേ റബ്ബേ. നരകം താങ്കളുടെ ത്വാക്കത്ത് ഞങ്ങൾക്ക് ആർക്കില്ല. റബ്ബേ, ആ നരകം സ്പർശിക്കാത്തവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. റഹ്മാനെ, റബ്ബേ, സ്വർഗത്തിന് വേണ്ടി അങ്ങേയറ്റം പണിയെടുത്തവരൊന്നല്ലേ ഞങ്ങള്. എന്നാലും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ഉറപ്പാ. തളരാത്ത തകരാത്ത വിശ്വാസം നിന്നോട് ചോദിക്കാം. നിന്റെ സ്വർഗത്തിൽ മുത്തറസൂലിന്റെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ, ശ്രോതാക്കളുടെ കൂടെ, സ്വാലിങ്ങളുടെ കൂടെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളൊക്കെ നീ ഒരുമിച്ച് കൊണ്ടുവരും. റഹ്മാനെ, റബ്ബേ, നിങ്ങൾ വന്നുപോയ അബദ്ധങ്ങൾ നിനക്കാണല്ലോ അറിയാം. നീ അത് ഞങ്ങൾക്ക് പുറത്തു തരണം. റഹ്മാനെ, 100 ആളെ കൊന്നവർക്ക് പുറത്തു റബ്ബേ. ഞങ്ങൾ പ്രതീക്ഷയോടെ നിന്റെ അടുത്തേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ തട്ടിമാറ്റരുത്. റഹ്മാനെ, എപ്പോ ഞങ്ങൾ മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സന്തോഷത്തോടെ, ആർക്കും ഒന്നും കൊടുക്കാനില്ലാത്ത രൂപത്തിൽ നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം. റഹ്മാനെ, ഞങ്ങളെപ്പറ്റി ആരും ഒന്നും മോശം പറയാത്ത രൂപത്തിൽ മരണപ്പെടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം. റഹ്മാനെ, റബ്ബേ, ഞങ്ങളുടെ മക്കളെ ഓർത്ത് തലതാഴ്ത്തുന്ന അവസ്ഥ നീ ഉണ്ടാക്കരുതേ. റഹ്മാനെ, അവരെ ഓർത്ത് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത അവസ്ഥ നീ ഉണ്ടാക്കരുതേ. റഹ്മാനെ, ഞങ്ങളുടെ മക്കളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കിട്ടുന്ന സ്വാലിഹായ മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണം. റഹ്മാനെ, റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും മരണപ്പെട്ടു പോയവരുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ പോറ്റുന്നതിനിടയിൽ ഞങ്ങളുടെ ഉപ്പാർക്ക്, ഞങ്ങളുടെ ഉമ്മാർക്ക് ഞങ്ങൾ ഇതിനനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല. ഞങ്ങളെ പോറ്റുന്നതിനിടയിൽ അവർക്കൊരു പക്ഷേ നമസ്കാരങ്ങളും ഇബാദത്തുകളും കൃത്യമായി ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല. റബ്ബേ, ഞങ്ങളെ ആ മാതാപിതാക്കളുടെ സ്വാലിഹായ സന്താനങ്ങളാക്കി സ്വീകരിച്ചു. അവർക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണം. റഹ്മാനെ, അവർക്ക് നീ പുറത്തു കൊടുക്കണം. റഹ്മാനെ, അവർക്ക് നീ പുറത്തു കൊടുക്കണം. റഹ്മാനെ, ഞങ്ങളുടെ പാരുടെ കൂടെ, ഞങ്ങളുടെ അമ്മന്റെ ഉമ്മാരുടെ കൂടെ, മുത്തറസൂലിന്റെ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ശ്രോതാക്കളുടെ കൂടെ ഞങ്ങളുടെ കുടുംബസമേതം ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൊടുക്കണം. റഹ്മാനെ, റബ്ബേ, സ്നേഹിക്കാൻ കഴിയുന്നതിന് മുമ്പ് ഞങ്ങൾ പിരിഞ്ഞുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. റബ്ബേ, അവരെ വേണ്ടതുപോലെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അവരെ വേണ്ടതുപോലെ ഒത്താശകൾ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. റബ്ബേ, അവരെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളോടൊപ്പം നീ ഒരുമിച്ച് കൊണ്ടുവരണം. റഹ്മാനെ, റബ്ബേ, ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ചെയ്ത ഖിദ്മത്തുകൾ നീ സ്വീകരിക്കണം. റഹ്മാനെ, റബ്ബേ, എല്ലാം നഷ്ടപ്പെട്ട് പാപ്പരായി നരകത്തിൽ പോകുന്ന അവസ്ഥ നീ ഉണ്ടാക്കരുത്. റഹ്മാനെ, റബ്ബേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടിണി കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്.
ഫലസ്തീനിൽ ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഞങ്ങളുടെ മക്കളുടെ ചിത്രം ഞങ്ങൾ കാണുന്നുണ്ട് റബ്ബേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾക്ക് കഴിയുക റബ്ബേ. ലോകത്തിന്റെ അധികാരി നീയാണ്. നമ്രൂദിന്റെ തീക്കുണ്ടത്തിൽ നിന്നും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ രക്ഷിച്ച റബ്ബേ, നിന്നോടാണ് ഞങ്ങൾ കാണാത്ത ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നത്. ഫിർഔന്റെ അക്രമത്തിൽ നിന്ന് മൂസ അലൈഹി ഇസ്ലാമിനെ രക്ഷിച്ച റബ്ബേ, നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിനക്ക് കഴിയും. വലിയ ആനക്കലഹക്കാരെ ചെറിയ അബാബിയിൽ പക്ഷികളെ കൊണ്ട് നേരിട്ട റബ്ബേ, നിന്നോടല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. അവർക്ക് അവരുടെ നാടുകളിൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടുകളിൽ സമാധാനത്തോടെ കഴിയാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അവർക്കും ഞങ്ങൾക്കും ഒക്കെ നീ പ്രദാനം ചെയ്യണം റഹ്മാനേ. ആരോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, തെളിഞ്ഞ മനസ്സുമായി നിന്നെ കണ്ടുമുട്ടാനുള്ള അവസ്ഥ നിങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അതിന്റെ സ്വാഇമൂൻ, നോമ്പുകാരെവിടെയെന്ന് ചോദിച്ച് അവരെ റയ്യാനിലേക്ക് കടത്തുമ്പോ തെറ്റും കുറ്റൊക്കെ ഞങ്ങളുടെ നോമ്പിലുണ്ടെങ്കിലും റബ്ബേ, ഞങ്ങളുടെ വിശ്വാസം മുൻനിർത്തി ചോദിക്കാം. ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിപ്പിക്കുന്ന നോമ്പുകാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ബാബു സ്വലാത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന നമസ്കാരമാക്കി ഞങ്ങളുടെ നമസ്കാരത്തെ നീ മാറ്റണം റഹ്മാനെ. ബാബു സ്വതക്കയിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന നോമ്പ് സദക്ക ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. റബ്ബേ, അബദ്ധങ്ങളും തെറ്റുകളും പുറത്തു തന്ന് സ്വർഗം കൊണ്ട് സന്തോഷപ്പെടുന്ന രൂപത്തിൽ ഞങ്ങളെയൊക്കെ നീ ആക്കണം റഹ്മാനെ. ഒരുപാട് റമദാനുകൾ സ്വീകരിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും ആയുസ്സും ഇസ്സത്തും ഞങ്ങൾക്കൊക്കെ നീ നൽകണം റഹ്മാനെ. റബ്ബേ, രോഗങ്ങളുണ്ട്, പ്രയാസമുണ്ട്, നിനക്കറിയല്ലോ റബ്ബേ. നീയാണല്ലോ സുഖപ്പെടുത്താൻ കഴിയുന്നവൻ, നിനക്ക് മാത്രമുള്ള കയ്യ റബ്ബേ. അയ്യൂബ് അലൈഹി ഇസ്ലാമിന്റെ അതിപ്രയാസകരമായ രോഗം സുഖപ്പെടുത്തിയ റബ്ബേ, നിനക്ക് ഞങ്ങളുടെ രോഗം സുഖപ്പെടുത്താൻ എന്ത് പ്രയാസമാണ്? നിന്നോടല്ലേ ഞങ്ങൾ ചോദിക്കണേ. ഞങ്ങളുടെ തെറ്റുകുറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം മുൻനിർത്തി ചോദിക്കാം. നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്.